ഹായ് കുഞ്ഞുമക്കളെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖാണല്ലേ? ഞാൻ സരോജ റോബിൻ, ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപികയാണ്. CS20ലേക്ക് ഏവർക്കും സ്വാഗതം. നാം ഇപ്പോൾ ഫോക്കസ് ഏരിയയുടെ വീഡിയോയിലൂടെയാണ് കടന്നുകൊണ്ടിരിക്കുന്നത്. ഫോക്കസ് ഏരിയയുടെ 10 ചാപ്റ്റേഴ്സ് 10 വീഡിയോകളായി നിങ്ങളുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞു. ഇനി ഒരേ ഒരു ചാപ്റ്ററല്ലേ ഉള്ളൂ, ഫസ്റ്റ് ചാപ്റ്ററായ റിവ്യൂ ഓഫ് C++ പ്രോഗ്രാമിംഗ്. എന്തുകൊണ്ടാണ് ഫസ്റ്റ് ചാപ്റ്റർ അവസാനം നിങ്ങൾക്ക് നൽകുന്നത് എന്നതിന് ഒരു രഹസ്യമുണ്ട്. എന്താണെന്നല്ലേ, കഴിഞ്ഞ വർഷം നിങ്ങളിത് പഠിച്ചിട്ടുണ്ട്, ഓർമ്മയുണ്ടോ? C++ൻ്റെ എല്ലാ ഭാഗങ്ങളും നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഏകദേശം അത് തന്നെയാണ് ഈ ചാപ്റ്ററിൽ കൂടുതൽ റിവൈസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ചാപ്റ്റർ അവസാനം നിങ്ങൾക്ക് ഞാൻ നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇത് ആദ്യം മുതൽ അവസാനം വരെയും കാണുക. തീർച്ചയായിട്ടും ഒരിക്കൽ കാണുക എന്നുള്ള മാത്രമേ നിങ്ങളുടെ ലക്ഷ്യമായിട്ട് ഇതിൽ എടുക്കേണ്ടതുള്ളൂ. കാരണം ഒരു പ്രാവശ്യം കണ്ടു കഴിയുമ്പോഴത്തേക്കും കഴിഞ്ഞ വർഷം പഠിച്ചതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്കിത് നന്നായിട്ട് വളരെ ഭംഗിയായിട്ട് തന്നെ ആൻസർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിൽ നിന്നും ഒരു 15 മാർക്കിനെങ്കിലും ക്വസ്റ്റ്യൻസ് വരാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഒന്ന് കാണുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഏത് ക്വസ്റ്റ്യൻ എങ്ങനെ ചോദിച്ചാലും നിങ്ങൾക്ക് ഉത്തരം എഴുതാനായിട്ട് സാധിക്കും. നിങ്ങൾക്കറിയാമല്ലോ എൻ്റെ വീഡിയോയുടെ പ്രത്യേകതകൾ, ടിപ്സ് ആൻഡ് ട്രിക്സ് ഉണ്ട്. പിന്നെ പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻസ് ഉൾപ്പെടെയാണ് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. വളരെ സിമ്പിളായിട്ട് ഏത് കുഞ്ഞുവാവയ്ക്കും മനസ്സിലാകത്തക്ക രീതിയിലാണ് ഞാനിവിടെ നൽകിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലോട്ട് പോകാം. റെഡിയാണല്ലോ അല്ലേ? പോകാം ക്ലാസ്സിലോട്ട്. ചാപ്റ്റർ 1 റിവ്യൂ ഓഫ് C++ പ്രോഗ്രാമിംഗ്. ഇന്ന് പഠിക്കാനായി പോകുന്ന ഭാഗങ്ങൾ നോക്കാം. ഫോക്കസ് ഏരിയയിൽ ടോക്കൺസ്, ഡാറ്റ ടൈപ്സ്, കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ്, സിമ്പിൾ പ്രോഗ്രാംസ് മേ ബി ആക്ട്. ടോക്കൺസ് ആദ്യമായിട്ട് എന്താണെന്ന് നോക്കാം. ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് C++ പ്രോഗ്രാംസ് ആർ കോൾഡ് ടോക്കൺസ്. ഇത് കഴിഞ്ഞ വർഷം പഠിച്ചതാണല്ലോ, അതുകൊണ്ട് ഞാൻ കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അപ്പോൾ ഇതിൽ പ്രധാന ഭാഗങ്ങൾ പറഞ്ഞു പോവുകയാണ് കേട്ടോ. ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് C++ പ്രോഗ്രാംസ് ആർ കോൾഡ് ടോക്കൺസ്. Tokens are classified into keywords, identifiers, literals, punctuators and operators. അറിയാമല്ലോ, ഇത് ഓർക്കാനായിട്ട് ഒരു ടിപ്പുണ്ട്. കിൽപ്പോ എന്നുള്ള വാക്ക് ഓർക്കുക. എന്താണ് കിൽപ്പോ? കില്ലെന്ന് പറഞ്ഞാൽ എന്താണ്? കിൽപ്പോ എന്നുള്ള വാക്ക് ഓർക്കുക കേട്ടോ. KILPO, കിൽപ്പോ. അപ്പോൾ കീവേഡ്, ഐഡൻറ്റിഫൈസ്, ലിറ്ററൽസ്, പഞ്ചറ്റേഴ്സ് ആൻഡ് ഓപ്പറേറ്റേഴ്സ്. ഈ ടോക്കൺ ഡെഫിനിഷൻ പ്രധാനമാണ്. അതുപോലെ ഈ ടോക്കൺസ് ഏതൊക്കെയാണെന്ന് ചോദിക്കാം. ഇതിൽ ഓരോന്നിനെക്കുറിച്ച് പറഞ്ഞുതരാം. കീവേഡ് എന്ന് പറഞ്ഞാൽ കീവേഡ്സ് എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് ചോദിക്കും. റിസർവ്ഡ് വേർഡ്സ് ആണ് കേട്ടോ. ദാറ്റ് കൺവേ സ്പെസിഫിക് മീനിങ് ടു ദ ലാംഗ്വേജ് കമ്പൈലർ. അടുത്തത് എക്സാമ്പിൾ സി ഔട്ട്, ബ്രേക്ക്, ചാറ്. കീവേഡ് എന്ന് പറഞ്ഞാൽ റിസർവ്ഡ് വേർഡാണ്. ഓരോ ഭാഷയ്ക്കും അതിൻ്റേതായ വേർഡ്സ് ഉണ്ടല്ലേ, വാക്കുകളുണ്ട്. അതുപോലെ C++ൻ്റെ റിസർവ്ഡ് വേർഡ്സ് ആണ് കീവേഡ്. അടുത്തത് ഐഡൻറ്റിഫയേഴ്സ് എന്ന് പറയുമ്പം യൂസർ ഡിഫൈൻഡ് വേർഡ്സ് ടു ഐഡൻറ്റിഫൈ മെമ്മറി ലൊക്കേഷൻ, സ്റ്റേറ്റ്മെൻറ്റ്സ്, ഫങ്ഷൻസ് എക്സെട്ര. യൂസർ ഡിഫൈൻ ചെയ്യുന്ന, നമ്മൾ പ്രോഗ്രാം എഴുതുമ്പോൾ നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന വേർഡ്സ് ആണ്. അത് എന്തിനാണ്? ചില മെമ്മറി ലൊക്കേഷൻസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ, പിന്നെ സ്റ്റേറ്റ്മെൻറ്റ്സ്, ഫങ്ഷൻസ്, ഇതൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് നൽകുന്ന വാക്കുകളെയാണ് ഐഡൻറ്റിഫയർ എന്ന് പറയുന്നത്. എക്സാമ്പിൾ AVG, ആവറേജിന് നമ്മൾ AVG എന്ന് കൊടുക്കാൻ, പിന്നെ നമ്പർ 1ന് നമ്പർ, സമ്മ്, ഇങ്ങനെയൊക്കെ കുറേ ഇതൊക്കെ വേരിയബിൾസൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇതിനെയൊക്കെ പറയുന്നതാണ് ഐഡൻറ്റിഫയേഴ്സ്. ഓക്കെ. അടുത്തത് ലിറ്ററൽസ്. ലിറ്ററൽസ് എന്ന് പറഞ്ഞാൽ ടോക്കൺസ് ദാറ്റ് നെവർ ചേഞ്ച് ദെയർ വാല്യൂ ഡ്യൂറിങ് ദ പ്രോഗ്രാം റൺ. പ്രോഗ്രാം റൺ ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ വാല്യൂ മാറുന്നില്ല. അങ്ങനത്തതിനെയാണ് ടോക്കൺസിനെയാണ് നാം ലിറ്ററൽസ് എന്ന് പറയുന്നത്. C++ന് 4 വിധത്തിലുള്ള ലിറ്ററൽസ് ആണുള്ളത്. ഇൻറ്റിജർ ലിറ്ററൽസ്, പേരിൽ തന്നെ ഉണ്ടല്ലോ. ഇൻറ്റിജർ എന്ന് പറഞ്ഞാൽ ഹോൾ നമ്പേഴ്സ് അല്ലേ, വിത്തൗട്ട് എൻ ഫ്രാക്ഷണൽ പാർട്ട്, ദശാംശ സംഖ്യയില്ലാത്ത ഹോൾ നമ്പറിനാണ് ഇൻറ്റിജർ കോൺസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഫ്ലോട്ടിംഗ് പോയിന്റ് കോൺസ്റ്റൻസ് ആണെങ്കിലോ അത് ദശാംശം ഉള്ളതിനാണ് കേട്ടോ. ദീസ് ആർ നമ്പേഴ്സ് ഹാവിങ് ഫ്രാക്ഷണൽ പാർട്ട്, ഫ്രാക്ഷണൽ നമ്പേഴ്സിനാണ് കേട്ടോ. അടുത്തത് ക്യാരക്ടർ കോൺസ്റ്റൻസ് എന്താണ്? ഇറ്റ് ഈസ് 1 ക്യാരക്ടർ എൻക്ലോസ്ഡ് ഇൻ സിംഗിൾ കോട്ട്സ്. അടുത്തത് ഒരു ക്യാരക്ടർ സിംഗിൾ കോട്ട്സിനകത്തുള്ള ക്യാരക്ടർ കോൺസ്റ്റൻ്റ് എന്നും, അതേസമയം ഒന്നിൽ കൂടുതൽ ക്യാരക്ടേഴ്സ് ഡബിൾ കോട്ട്സിനകത്തിട്ടാൽ, ഇവിടെ ഡബിൾ കോട്ട്സിനകത്തിട്ടാൽ ഇവിടെ സീക്വൻസ് ഓഫ് ക്യാരക്ടേഴ്സ് എൻക്ലോസ്ഡ് ഇൻ ഡബിൾ കോട്ട്സ് എന്നാണ് അതിനെ പറയുന്നത്. എന്താണ്? സ്ട്രിംഗ് കോൺസ്റ്റൻസ് എന്നും പറയാം. ഓക്കെ. ഇനി C++ൽ ചില നോൺ ഗ്രാഫിക് ക്യാരക്ടേഴ്സ് ഉണ്ട്. അതെന്താണെന്ന് വെച്ചാൽ
ക്യാരക്ടർ കോൺസ്റ്റൻറ്റിൽ നോൺ ഗ്രാഫിക് ക്യാരക്ടർ, നോൺ ഗ്രാഫിക് ആ വാക്കിൽ തന്നെ ഉണ്ടല്ലോ. നോൺ ഗ്രാഫിക് ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ദോസ് ക്യാരക്ടേഴ്സ് ദാറ്റ് കനോട്ട് ബി ടൈപ്ഡ് ഡയറക്ട്ലി ഫ്രം കീബോർഡ് വഴി ഡയറക്റ്റായിട്ട് ടൈപ്പ് ചെയ്യാൻ പറ്റാത്ത ക്യാരക്ടേഴ്സിനാണ് നോൺ ഗ്രാഫിക് ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത്. അതിനെ നമ്മൾ റിപ്രസെൻറ്റേറ്റ് ചെയ്യാനായിട്ട് എസ്കേപ്പ് സീക്വൻസ് ഉപയോഗിച്ചാണ് എഴുതുന്നത്. എസ്കേപ്പ് സീക്വൻസ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ / ഇട്ടിട്ടാണ് അതിനെ എഴുതേണ്ടത്. എക്സാമ്പിൾ ഞാനിവിടെ പറഞ്ഞാൽ / ഇട്ടിട്ട് n കണ്ടോ, നെക്സ്റ്റ് ലൈൻ അല്ലെങ്കിൽ ന്യൂ ലൈൻ വരണമെങ്കിൽ നമ്മളിങ്ങനെ കൊടുക്കും / ഇട്ടിട്ട് n, / ഇട്ടിട്ട് t ഇട്ട ടേബിൾ സ്പേസ്, ഇങ്ങനെ കുറേ ഉണ്ട് കേട്ടോ. ഇനി സ്ട്രിങ് കോൺസ്റ്റൻസ് എഴുതുന്നുണ്ടോ, ഡബിൾ കോട്ട്സിനകത്ത് നമ്മൾ ക്യാരക്ടേഴ്സ് എഴുതി. അപ്പോൾ ക്യാരക്ടർ കോൺസ്റ്റൻറ്റ് എങ്ങനെയാണ് എഴുതുന്നത്, സിംഗിൾ കോട്ട്സിനകത്ത് എഴുതി. മനസ്സിലായല്ലോ. ഇനി ഇൻറ്റിജർ കോൺസ്റ്റൻറ്റ് കണ്ടോ, എക്സാമ്പിൾ പൂർണ്ണസംഖ്യ ആയിരിക്കും, നെഗറ്റീവ് പോസിറ്റീവ് ഒക്കെ വരാം. ഫ്ലോട്ടിംഗ് പോയിൻ്റ് ആണെങ്കിലോ ഫ്രാക്ഷണൽ ഫോമിലായിരിക്കും, അതിൽ നെഗറ്റീവ് പോസിറ്റീവ് ഒക്കെ വരാം. അതേസമയം ഇങ്ങനെ ഫ്രാക്ഷണൽ നമ്പേഴ്സ് ആയിരിക്കും. അതിനെ എക്സ്പൊണൻ്റ് ഫോമിൽ ഇതുപോലെ എഴുതാം, 0.57 E01 ഈ രീതിക്കൊക്കെ എഴുതാം. മനസ്സിലായല്ലോ. അടുത്തത് പഞ്ച്വേറ്റേഴ്സ്. നമുക്കറിയാം നമ്മുടെ മലയാളം ഭാഷയിലൊക്കെ നമ്മൾ ഓരോ വരി തീരുമ്പോഴത്തേക്ക് എന്തിടും, ഒരു ഫുൾ സ്റ്റോപ്പൊക്കെ ഇടത്തില്ലേ. ചില സ്ഥലത്ത് കോമ ഇടും അല്ലേ, ചിലത് എക്സ്ക്ലമേറ്ററി സിമ്പിൾ ഇടും. ഇതുപോലെ ഇവിടെയും ചില അടയാളങ്ങൾ ആ സെൻറ്റൻസിൻ്റെ ലാംഗ്വേജിൻ്റെ പെർഫെക്ഷന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ദ പെർഫെക്ഷണൽ സിൻടാക്സ് ഓഫ് വേരിയസ് കൺസ്ട്രക്ട്സ് ഓഫ് ദ ലാംഗ്വേജ്. എക്സാമ്പിൾ കോമ, സെമിക്കോളൻ, ആസ്ട്രിക്, കോളൻ ഇതൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഇതെല്ലാം പഞ്ച്വേറ്റേഴ്സാണ്, അടയാളങ്ങൾ. ഓക്കെ. അടുത്തത് ഓപ്പറേറ്റേഴ്സ്. ഓപ്പറേറ്റേഴ്സ് ആർ ദ സിമ്പിൾസ് ദാറ്റ് റിപ്രസെൻറ്റ്സ് സം ഓപ്പറേഷൻസ്. ചില ഓപ്പറേഷൻസിനെ റിപ്രസെൻറ്റേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സിമ്പിൾസിനാണ് ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത്. ഏതൊക്കെയാണ്, അരിത്മെറ്റിക് ഓപ്പറേറ്റർ, റിലേഷണൽ ഓപ്പറേറ്റർ, ലോജിക്കൽ ഓപ്പറേറ്റർ എന്നൊക്കെ കേട്ടിട്ടില്ലേ. അപ്പോൾ ശ്രദ്ധിക്കുക, ഇവിടെ പല വിധത്തിൽ നമുക്ക് ഓപ്പറേറ്റേഴ്സിനെ തരംതിരിക്കാം. ആദ്യമായിട്ട് അതിൻ്റെ ടൈപ്പ് ഓഫ് ഓപ്പറേഷൻ അനുസരിച്ച് തിരിക്കുകയാണ്. ബേസ്ഡ് ഓൺ ദ ടൈപ്പ് ഓഫ് ഓപ്പറേഷൻ. പരീക്ഷയ്ക്ക് ചിലപ്പോൾ അങ്ങനെയൊക്കെ ചോദിക്കാം കേട്ടോ. ടൈപ്പ് ഓഫ് ഓപ്പറേഷൻ അനുസരിച്ച് ഓപ്പറേറ്റേഴ്സിനെ നിങ്ങൾ ക്ലാസിഫൈ ചെയ്യാൻ പറഞ്ഞ് എങ്ങനെ എഴുതും. അരിത്മെറ്റിക് ഓപ്പറേറ്റർ അത് ബൈനറി ഓപ്പറേറ്ററാണ്. ബൈനറി എന്ന് പറഞ്ഞാൽ രണ്ട് ഓപ്പറൻസ് അവിടെ വേണം. കഴിഞ്ഞ വർഷം പഠിച്ചല്ലോ ഓപ്പറൻസും ഓപ്പറേറ്ററും. അപ്പോൾ ഓപ്പറേറ്റേഴ്സ് ഏതൊക്കെയാണ്, പ്ലസ്, മൈനസ്, ആസ്ട്രിക്, ഡിവിഷൻ, മോഡുലസ് ഓപ്പറേറ്റർ. മോഡുലസ് ഇതൊക്കെ ഓർമ്മയുണ്ടല്ലോ. ഇതിൻ്റെയൊക്കെ വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഇയറിലുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ആണെങ്കിൽ അവിടെ പോയി നോക്കുക കേട്ടോ. അടുത്തത് റിലേഷണൽ ഓപ്പറേറ്റേഴ്സ്. ഇത് ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ ആർ ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ ആർ ഈക്വൽ ടു, ഈക്വൽ ടു, നോട്ട് ഈക്വൽ ടു. ഇതെന്തിനാണ് ഉപയോഗിക്കുന്നത്, ഇറ്റ് ഈസ് യൂസ്ഡ് ടു കമ്പയർ ടു ക്വാണ്ടിറ്റീസ്. ഇതൊക്കെ ചോദിക്കാം കേട്ടോ. കമ്പയർ ടു ക്വാണ്ടിറ്റീസ്, രണ്ട് ക്വാണ്ടിറ്റീസിനെ കമ്പയർ ചെയ്യാൻ വേണ്ടി, താരതമ്യം ചെയ്യാൻ വേണ്ടി. അപ്പോൾ താരതമ്യം ചെയ്യുമ്പോൾ യെസ് ഓർ നോ എന്നുള്ള ആൻസറിൽ കിട്ടത്തുള്ളൂ, അല്ലെങ്കിൽ ട്രൂ അല്ലെങ്കിൽ ഫാൾസിലേ കിട്ടത്തുള്ളൂ അല്ലേ. നമുക്കെപ്പോഴും താരതമ്യം ചെയ്യുമ്പോൾ ഇത് വലുതാണോ ചെറുതാണോ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ ആൻസർ എന്താ പറയും, ഒന്നുകിൽ ട്രൂ അല്ലെങ്കിൽ ഫാൾസ് എന്ന് പറയും. ട്രൂവിന് പറയുന്നത് 1 അല്ലെങ്കിൽ 0, രണ്ട് ആൻസർ എഴുതാം കേട്ടോ. ട്രൂ അല്ലെങ്കിൽ ഫാൾസ്, ട്രൂവിന് അല്ലെങ്കിൽ 1, ഫാൾസിന് 0 എന്ന് എഴുതാം. ഇനി ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ രണ്ട് റിലേഷണൽ എക്സ്പ്രഷൻസിനെ കമ്പൈൻ ചെയ്യുന്നത്. ഒരു എക്സ്പ്രഷൻ എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, റിലേഷണൽ ഓപ്പറേറ്റർ വന്നു കഴിഞ്ഞാൽ റിലേഷണൽ എക്സ്പ്രഷൻ അല്ലേ. അപ്പോൾ അങ്ങനത്തെ രണ്ട് റിലേഷണൽ എക്സ്പ്രഷനെ കമ്പൈൻ ചെയ്ത് ചേർത്ത് എഴുതിയാൽ അതിനെ പറയുന്നതാണ്, അതിനു വേണ്ടി ഉപയോഗിക്കുന്നതാണ് ആൻഡ്, ഓർ, നോട്ട് എന്ന ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്. അപ്പോൾ അതും കമ്പൈൻ ചെയ്യുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും അതിൻ്റെ ആൻസറും ട്രൂവും ഫാൾസും തന്നെ ആയിരിക്കും. കാരണം റിലേഷണൽ ഓപ്പറേറ്റേഴ്സാണ് അവിടെ വരുന്നത്. ഓക്കെ, അതിനാണ് കമ്പൈൻ ചെയ്ത് ലോജിക്കൽ ഓപ്പറേറ്റർ ഇടുന്നത്. അതുകൊണ്ട് അതിൻ്റെ ആൻസറും ട്രൂ അല്ലെങ്കിൽ ഫാൾസ് തന്നെ ആയിരിക്കും. അപ്പോൾ ഇത് മനസ്സിലായില്ല. ടൈപ്പ് ഓഫ് ഓപ്പറേഷൻ അനുസരിച്ച് ഇങ്ങനെ എഴുതാം. ഇതൊക്കെ ചോദിക്കും കേട്ടോ. ഇൻപുട്ട് ഓപ്പറേറ്റർ എന്ന് പറയുമ്പോൾ ഇതെങ്ങനെ രണ്ട് ഗ്രേറ്റർ ദാൻ സിമ്പൽ ഇടും. ഇതിന് പറയുന്ന പേര് ചോദിക്കും, എക്സ്ട്രാക്ഷൻ ഓപ്പറേറ്റർ അല്ലെങ്കിൽ ഗെറ്റ് ഫ്രം ഓപ്പറേറ്റർ. ഇതും ബൈനറി ഓപ്പറേറ്ററാണ്. രണ്ട് ഓപ്പറൻസ് വേണം. മനസ്സിലായല്ലോ. ഈ ഇൻപുട്ട് ഓപ്പറേറ്റർ നന്നായിട്ട് മനസ്സിലാക്കി വയ്ക്കുക. ഇൻപുട്ട് കൊടുക്കാൻ വേണ്ടി ഇപ്പം നമ്മളൊക്കെ ആഹാരമൊക്കെ കഴിക്കണമെങ്കിൽ എന്ത് ചെയ്യും, വാ ഇങ്ങനെ തുറക്കും അല്ലേ. അതുപോലെ ഇൻപുട്ട് കൊടുക്കാൻ വേണ്ടി ഇതാ വാ തുറക്കുന്നെങ്കിലും ഓർത്ത് വയ്ക്കുക. അതുപോലെ ഇൻപുട്ട് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഏത് ഓപ്പറേറ്റർ എന്ന് ചോദിച്ചാൽ എക്സ്ട്രാക്ഷൻ ഓപ്പറേറ്റർ എന്ന് പറയും കേട്ടോ. നമ്മൾ വാ തുറന്നല്ലേ എക്സ്ട്രാക്ഷൻ എന്ന് പറയും. ചിലർ ഇൻപുട്ട് ഈ ഓപ്പറേറ്ററിൻ്റെ പേര് ചോദിച്ചാൽ ഇൻസേർഷൻ എന്ന് എഴുതും. കാരണം ഇൻപുട്ടും ഇൻസേർഷനും ഇന്ന് വരുന്നതുകൊണ്ട് അങ്ങനെ എഴുതരുത്. ഇൻപുട്ട് വരുമ്പോൾ
വാ തുറക്കണം. അപ്പം പറയുന്നത് തന്നെ എക്സ്ട്രാക്ഷൻ എന്ന് പറയണം കേട്ടോ. എക്സ്ട്രാക്ഷൻ ഓപ്പറേറ്റർ ഈ പേര് പഠിക്കണം, അതാണ് ഇത്രയും പറയുന്നത്. അല്ലെങ്കിൽ തന്നെ ഗെറ്റ് ഫ്രം എന്നുള്ള പേര് പഠിച്ചു വയ്ക്കുക. ഈ രണ്ട് പേരും പഠിക്കുക. ഈ ഓപ്പറേറ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിച്ച് മനസ്സിലാക്കുക ഇൻപുട്ടിന്. അടുത്ത ഔട്ട്പുട്ട് ഓപ്പറേറ്റർ ഏതാണ്? ഇതെങ്ങനെ ഇടും കണ്ടോ, 2 ലെസ് ദാൻ ആണ് ഇടുന്നത്. ഇതിന് പറയുന്നത് ഇൻസേർഷൻ ഓപ്പറേറ്റർ ഓർ പുട്ടിറ്റു ഓപ്പറേറ്റർ. പുട്ടിറ്റു നമ്മളൊക്കെ നേരത്തെ പഠിച്ചിട്ടുണ്ടല്ലോ, ഗെറ്റും പുട്ടും ഒക്കെ വരുന്ന. ഗെറ്റ് എന്ന് പറയുമ്പോൾ ഇൻപുട്ട് കൊടുക്കാം, പുട്ട് എന്ന് പറയുമ്പോൾ ഔട്ട്പുട്ട് കൊടുക്കാം. അപ്പം ഗെറ്റ് ഫ്രം പുട്ടിറ്റു. ഇതും ബൈനറി ഓപ്പറേറ്റർ തന്നെയാണ്. അടുത്ത അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ ഈക്വൽ ടു, ഇറ്റ് അസൈൻസ് എ വാല്യൂ ടു എ വേരിയബിൾ. ഓരോന്ന് എന്തിനാണെന്ന് മനസ്സിലാക്കിയിരിക്കണം കേട്ടോ. അടുത്തത് അരിത്തമെറ്റിക് അസൈൻമെൻറ്റ് ഓപ്പറേറ്റേഴ്സ്. പ്ലസ് ഈക്വൽ മൈനസ് ഈക്വൽ ഓരോ അരിത്തമെറ്റിക് ഓപ്പറേറ്ററിൻ്റെ കൂടെയും ഈക്വൽ ടു കിട്ടും. ദീസ് ആർ ദ സ്പെഷ്യൽ അസൈൻമെൻറ്റ് ഓപ്പറേറ്റേഴ്സ്. ഇതിൻ്റെ ഓരോന്നിൻ്റെയും എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ഇപ്പോൾ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ക്രിയകളൊക്കെ തന്നിട്ട് ചോദിക്കാം കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് എഴുതണം. അപ്പോൾ ഇത് അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ് നിങ്ങൾക്കിത് ചെയ്യാൻ അറിയാം. അതിൽ മോഡുലസ് ഓപ്പറേറ്റർ അറിയാമെന്ന് നോക്കും. 2 മോഡുലസ് ബൈ 3 റിമൈൻഡറാണ് എഴുതേണ്ടത്. അപ്പോൾ ഇത് പൂർണ്ണമായിട്ട് പോയില്ല. താഴെ അതായത് ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ, അതായത് താഴത്തെ ഈ ഭാഗം വലുതാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മുകളിലത്തെ സംഖ്യ തന്നെ എഴുതേണ്ടത്. മനസ്സിലായില്ല? അത് പോയില്ല, പൂർണ്ണമായിട്ടും പോയില്ല. അപ്പോൾ ഇത് തന്നെയാണ് അതിൻ്റെ റിമൈൻഡറായിട്ട് എടുത്ത് എഴുതേണ്ടത്. 10 മോഡുലസ് ബൈ 5 എത്രയാണ്? അപ്പോൾ അത് 0 അല്ലേ, പൂർണ്ണമായിട്ടും പോകും, റിമൈൻഡർ ഇല്ല. 11 മോഡുലസ് ബൈ 3 എത്രയാണ്? അപ്പോൾ ഇത് മുകളിലത്തെ ഭാഗം വലുതാണ് അല്ലേ, ന്യൂമറേറ്റർ വലുതാണെങ്കിൽ ഡിവൈഡ് ചെയ്ത് കിട്ടുന്നത് തന്നെയായിരിക്കും, അതിൻ്റെ റിമൈൻഡർ കിട്ടും. അപ്പോൾ എത്ര കിട്ടും? 2 എന്ന് കിട്ടും. സിസ്റ്റം എന്ന് പറയത്തില്ലേ, അതാണ് കേട്ടോ. അപ്പോൾ ബാക്കിയൊക്കെ നിങ്ങൾക്ക് അറിയാം ഇതെല്ലാം ചെയ്യാനായിട്ട്. അതുപോലെ റിലേഷണൽ ഓപ്പറേറ്റേഴ്സ്. ഇപ്പോൾ 4 ഗ്രേറ്റർ ദാൻ 5 ആണോ? ഈ ഗ്രേറ്റർ ദാൻ കണ്ടുപിടിക്കണം കേട്ടോ. ഈ വലിയ സൈഡ് ഇതുപോലെ ഇരിക്കും. എങ്ങോട്ടാണോ വലുത്, അതായത് ഈ വാ തുറന്നിരിക്കുന്ന സൈഡ് വലുതാണോ എന്നാണ് നോക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇത് 4 വലുതാണോ? അല്ല, അല്ലെങ്കിൽ ഫാൾസ്, അല്ലെങ്കിൽ 0. അത് 5 ഈക്വൽ ടു 5 ആണോ? ആണല്ലേ, 1 അല്ലെങ്കിൽ ട്രൂ എന്ന് എഴുതാം. മനസ്സിലായല്ലോ? 10 നോട്ട് ഈക്വൽ ടു 20 ആണോ? ആണല്ലേ, ആണെങ്കിൽ 1. ഇതുപോലെയൊക്കെ ചിലപ്പോൾ ചോദിക്കാം കേട്ടോ. അടുത്തത് ഇവിടെ നോക്കൂ, ഇൻപുട്ട് ഓപ്പറേറ്റർ നമുക്ക് നോക്കാം. ഇതിവിടെ കുറച്ച് കഴിഞ്ഞിട്ട് നോക്കാം. ഇവിടെ നോക്കൂ, ഇൻപുട്ട് ഓപ്പറേറ്റർ. സി ഇൻ മാർക്ക് 1, സി ഇൻ എ ബി സി. കണ്ടോ, 3 എണ്ണം ഒരുമിച്ച് നമുക്ക് കസ്കാഡിങ് ഓപ്പറേറ്റർ അതൊക്കെ പഠിച്ചല്ലോ, കസ്കാഡിങ്. അങ്ങനെയും ചെയ്യാം. കസ്കാഡ് ചെയ്തിരിക്കുകയാണ്. കസ്കാഡിങ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേറ്റേഴ്സൊക്കെ പഠിച്ചിട്ടുണ്ട്, അതാണ്. ഒരുമിച്ചും ഇങ്ങനെ എഴുതാം. അതുപോലെ ഔട്ട്പുട്ട് എഴുതിയിരിക്കുന്നുണ്ടോ, സി ഔട്ട് ഹലോ. അടുത്ത് അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ നോക്കൂ, എ ഈക്വൽ ടു 5. അരിത്തമെറ്റിക് അസൈൻമെൻറ്റ് ഓപ്പറേറ്റേഴ്സ് n+ ഈക്വൽ ടു 7. ഇതിൻ്റെ അർത്ഥം എന്താണ്? ഇതൊക്കെ ചോദിക്കാം കേട്ടോ. n ഈക്വൽ ടു n+7. എ സ്റ്റാർ ഈക്വൽ ടു ബി. അതിൻ്റെ അർത്ഥം എന്താണ്? എ ഈക്വൽ ടു എ സ്റ്റാർ ബി. മനസ്സിലായല്ലോ? ഇനി ലോജിക്കൽ ഓപ്പറേറ്റർ നോക്കൂ, ആൻഡ് ഓർ നോട്ട്. ട്രൂ ആൻഡ് ട്രൂ എന്നാൽ ട്രൂ ആണ്. അതായത് 1.1 എന്ന് നിങ്ങൾ മനസ്സിലോർത്താലും മതി, വിച്ച് ഈസ് ഈക്വൽ ടു 1. ഇവിടെ ട്രൂ ആൻഡ് ഫാൾസ്, അതായത് 1.0 എത്രയാണ്? 0 അല്ലേ. അപ്പോൾ ഫാൾസ് ആൻഡ് ട്രൂ, ട്രൂ ഓർ ട്രൂ 1, അതായത് 1 ഓർ 1 മനസ്സിലാവണം. പഠിച്ചിട്ടുണ്ടല്ലോ, ട്രൂ ഓർ ഫാൾസ്, ട്രൂ ഫാൾസ് ഓർ ട്രൂ. അടുത്തത് നോട്ട് ട്രൂ അല്ലെങ്കിൽ എന്താണ്? ഫാൾസ്. നോട്ട് ഫാൾസ് ആണെങ്കിൽ ട്രൂ. കേട്ടല്ലോ? അപ്പോൾ ഇവിടെ നോട്ട് ഫാൾസ് ആണ് ഇടേണ്ടത്, ഇവിടെ ട്രൂ ഇടണേ. രണ്ടും ഒരുപോലെ അല്ല, ഞാൻ ശ്രദ്ധിക്കുക. അടുത്തത് ഇൻക്രിമെൻ്റ് ഓപ്പറേറ്റർ ++. അടുത്ത ഓപ്പറേറ്ററാണ് ഇൻക്രിമെൻ്റ് ഓപ്പറേറ്റർ ++. ഇത് യൂണറി ഓപ്പറേറ്ററാണ്. ഇതിനു വേണ്ടി ഒരു ഓപ്പറൻറ്റ് മതി. ഇറ്റ് ആഡ്സ് 1 to its ഓപ്പറൻറ്റ്. അതായത് ഇപ്പോൾ ഇൻക്രിമെൻ്റ് ഓപ്പറേറ്റർ n++ എന്ന് പറഞ്ഞാൽ n ഈക്വൽ ടു n+1 എന്നാണ് അർത്ഥം. ആ ഓപ്പറൻറ്റിൻ്റെ കൂടെ 1 കൂടെ കൂട്ടും. ഇത് മനസ്സിലാക്കുക. n++ എന്ന് പറഞ്ഞാൽ n ഈക്വൽ ടു n+1. ഇനി ഡിക്രിമെൻ്റ് ഓപ്പറേറ്റർ 1 കുറയും അല്ലേ. ഇത് നോക്കൂ, a മൈനസ് ഇറ്റ് ഈസ് ഇക്വലൻ്റ് ടു a ഈക്വൽ ടു a -1. മനസ്സിലായല്ലോ? അടുത്തത് കണ്ടീഷണൽ ഓപ്പറേറ്റർ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടിട്ട് ഒരു കോളൻ ഇടും. ഇത് ടെർണറി ഓപ്പറേറ്ററാണ്.
നമ്മൾ പ്ലസ്സൊക്കെ മൈനസൊക്കെ നമ്മൾ ബൈനറി ഓപ്പറേറ്റർ അതിന് 2 ഓപ്പറൻസ് വേണം അല്ലേ. ഇപ്പോൾ 2+3 എന്ന് പറയുമ്പോൾ 2ഉം 3ഉം അതിൽ ഓപ്പറൻസ് ആണ്. പക്ഷേ ഈ ടെർണറി ഓപ്പറേറ്റർ ഇത് യൂണറി ഓപ്പറേറ്ററാണ്. ഒരു ഓപ്പറൻറ്റ് മതി. കണ്ടോ, ഒരു ഓപ്പറൻറ്റ് മതി. ഇതിലെല്ലാം ഒന്നേ ഉപയോഗിച്ചുള്ളൂ. എന്നും എയും ഓരോ ഓപ്പറൻസ് ആണ്. ഓപ്പറേറ്റർ ഏതാണ്? ഇതാണ് അല്ലേ. മൈനസും പ്ലസ്സും. അടുത്തത് ടെർണറി ഓപ്പറേറ്ററിൽ 3 ഓപ്പറൻസ് ആണ് വേണ്ടത്. 3 ഓപ്പറൻസ് ചിലപ്പോൾ ചോദിക്കും കേട്ടോ. 3 ഓപ്പറൻസ് ഉള്ളത് ഞാൻ പറയണത് ടെർണറി ഓപ്പറേറ്റർ. അത് ഏത് ഓപ്പറേറ്റർ എന്നാണ് ചോദിക്കുന്നത്. അതിന് നിങ്ങൾ കണ്ടീഷണൽ ഓപ്പറേറ്റർ എന്നോ ഇങ്ങനെ ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടിട്ട് കോളൻ ഈ ഓപ്പറേറ്ററിൻ്റെ സിമ്പലോ എഴുതണം കേട്ടല്ലോ. ദ കണ്ടീഷണൽ ഓപ്പറേറ്റർ ക്യാൻ ബി യൂസ്ഡ് ആസ് എൻ ആൾട്ടർനേറ്റീവ് ടു ഇഫ് സ്റ്റേറ്റ്മെൻറ്റ്. ഇതൊക്കെ ചോദിക്കാം കേട്ടോ. ഇഫ് സ്റ്റേറ്റ്മെൻറ്റിന് പകരം നമുക്ക് കണ്ടീഷണൽ ഓപ്പറേറ്റർ ഇട്ട് എഴുതാം. വളരെ ഇമ്പോർട്ടൻ്റ് ആണത്, ശ്രദ്ധിക്കുക. ഇഫ് സ്റ്റേറ്റ്മെൻറ്റിന് പകരം കണ്ടീഷണൽ ഓപ്പറേറ്റർ ഇട്ട് ഇങ്ങനെ എഴുതാം. അപ്പോൾ കണ്ടീഷണൽ ഓപ്പറേറ്റർ നോക്കൂ. ഇപ്പോൾ നോക്കൂ, ഇതാവും ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നിരിക്കുകയാണ് കണ്ടീഷണൽ ഓപ്പറേറ്റർ ഉപയോഗിച്ച്. സി ഈക്വൽ എ ഗ്രേറ്റർ ദാൻ ബി ആണോ? ആണെങ്കിൽ എ, അല്ലെങ്കിൽ ബി. മനസ്സിലായല്ലോ, ഇതിൻ്റെ അർത്ഥം മനസ്സിലായല്ലോ. സി ഈക്വൽ എ ഗ്രേറ്റർ ദാൻ ബി ആണോ? ക്വസ്റ്റ്യൻ മാർക്കിടെയാണ്. ആണെങ്കിൽ ആദ്യത്തേത് എടുക്കും, അല്ലെങ്കിൽ രണ്ടാമത്തത്. ഇറ്റ് ഈസ് ഇക്വലൻ്റ് ടു, ഞാൻ പറഞ്ഞല്ലോ ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ച് ഇങ്ങനെ എഴുതാമെന്ന്. എങ്ങനെ എഴുതാം? ഇഫ് എ ഗ്രേറ്റർ ദാൻ ബി ആണോ, കണ്ടീഷൻ അതുപോലെ എഴുതുക ചെവിക്കകത്ത്. ആ കണ്ടീഷൻ്റെ മുമ്പേ ഇഫ് ഇടുക. മനസ്സിലാവണം. ആണെങ്കിൽ സി ഈക്വൽ എ. കണ്ടോ, ഇഫ് എ ഗ്രേറ്റർ ദാൻ ബി ആണോ, ഇതുപോലെ മാറ്റി എഴുതാൻ ചോദിക്കും കേട്ടോ. ആണെങ്കിൽ സി ഈക്വൽ ടു, കണ്ടോ ഇതിൻ്റെ ഇപ്പുറത്തുള്ളത് എടുക്കണേ, സി ഈക്വൽ ടു എ. എൽസ് അല്ലെങ്കിൽ സി ഈക്വൽ ടു ബി. ഒരിക്കൽ കൂടെ ആദ്യം ഇവിടെ നിന്ന് തുടങ്ങുക, ചെവി ഈ കണ്ടീഷൻ എഴുതുക, എ ഗ്രേറ്റർ ദാൻ ബി. അവിടെ അതിന് മുമ്പേ ഇഫ് എന്നിടണം. ഇഫ് എ ഗ്രേറ്റർ ദാൻ ബി ആണെങ്കിൽ ഇവിടുത്തെ ഭാഗം എടുക്കുക. അടുത്ത് സി ഈക്വൽ ടു എ, അല്ലെങ്കിൽ എൽസ് സി ഈക്വൽ ടു ബി. ഓക്കെ. അടുത്തതിൽ പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻസ് നോക്കാം. വിച്ച് അമംഗ് ദ ഫോളോയിങ് ഈസ് ആൻ ഇൻസെർഷൻ ഓപ്പറേറ്റർ? ഞാൻ പറഞ്ഞല്ലോ ഇൻസെർഷൻ എന്ന് പറയുമ്പോൾ ഏത് വരും? ഇത് വരും ഔട്ട്പുട്ടിനല്ലേ. ഔട്ട്പുട്ട് ഓപ്പറേറ്ററാണ്. ശ്രദ്ധിച്ചിരിക്കുക. ഇതൊക്കെ എപ്പോഴെപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡാഷ് ഓപ്പറേറ്റർ ഈസ് ദ അരിത്തമെറ്റിക് അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ. ഇതിൽ ഏതാണ് അരിത്തമെറ്റിക് അസൈൻമെൻറ്റ്? അപ്പോൾ അരിത്തമെറ്റിക് ഓപ്പറേറ്ററിൻ്റെ ഒപ്പം അസൈൻമെൻറ്റ് ഓപ്പറേറ്ററും കൂടെ ഇടുന്നതാണ് അരിത്തമെറ്റിക് അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ. ഇതിലേതാണ് പ്ലസ് ഈക്വൽ ടു. അപ്പോൾ ഓപ്പറേറ്റേഴ്സ് അത് നന്നായിട്ട് പഠിച്ചിരിക്കണം. ഓക്കെ. അടുത്തത് ഐഡൻറ്റിഫൈ ദ ഫോളോയിങ് C++ ടോക്കൺസ്. ഇതിൽ ഓരോ ടോക്കണ് എന്തൊക്കെയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം. വെൽക്കം എന്ന് പറഞ്ഞാൽ എന്താണ്? വെൽക്കം എന്താണ്? ലിറ്ററൽ, സ്ട്രിങ് ലിറ്ററൽ അല്ലേ. അടുത്തത് ഇതെന്താണ്? ഇൻറ്റ് കീവേഡ്. അടുത്തത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഓപ്പറേറ്റർ. പ്ലസ് എന്താണ്? ഓപ്പറേറ്റർ. അപ്പോൾ കീവേഡ്, ഐഡൻറ്റിഫൈസ്, ലിറ്ററൽസ്, പഞ്ചേറ്റേഴ്സ്, ഓപ്പറേറ്റേഴ്സ് മനസ്സിൽ വരണം. അതിൽ നിന്ന് ഏതൊക്കെയാണെന്ന് എടുത്തെഴുതാനായിട്ട് പഠിക്കണം. ദ ഇൻപുട്ട് ഓപ്പറേറ്റർ ഇൻ C++ ഈസ്, ഇൻപുട്ട് ഓപ്പറേറ്റർ ഏതാണ്? ഇൻപുട്ടിന് വരുമ്പോഴത്തേക്കും നിങ്ങൾ ഇൻസേർഷൻ എന്ന് എഴുതരുത്. ഏതാണ്? എസ്റ്റാഷൻ ഓപ്പറേറ്റർ, അല്ലെങ്കിൽ ഏതാണ്? ഗ്രേറ്റർ ദാൻ അല്ലെങ്കിൽ ഗെറ്റ് ഫർം. ഇതിൽ ഏത് എഴുതിയാലും നിങ്ങൾക്ക് മാർക്ക് കിട്ടും കേട്ടോ. അടുത്തത് വാട്ട് ഈസ് ടോക്കൺ. യഥാർത്ഥത്തിൽ എഴുതേണ്ടത് ഇതാണ്, ഇൻപുട്ട് ഓപ്പറേറ്റർ ഇതാണ്. മനസ്സിലായോ? അതിൻ്റെ പേരാണ് ഇതൊക്കെ. വാട്ട് ഈസ് ടോക്കൺ ഇൻ C++? അതിൻ്റെ ഡെഫിനേഷൻ തന്നിട്ടുണ്ടല്ലോ, ഓർക്കുക. അടുത്തത് ഡാറ്റ ടൈപ്സ്. ദീസ് ആർ മീൻസ് ടു ഐഡൻറ്റിഫൈ ദ ടൈപ്സ് ഓഫ് ഡാറ്റ ആൻഡ് അസോസിയേറ്റഡ് ഓപ്പറേഷൻസ്. ഡെഫിനേഷൻ അതുപോലെ പഠിക്കുക കേട്ടോ. ഡാറ്റ ടൈപ്പ് എന്തൊക്കെയെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അടുത്തത് ഡാറ്റ ടൈപ്സ് ആർ ക്ലാസിഫൈഡ് ഇൻറ്റു ഫണ്ടമെൻ്റൽ ആൻഡ് യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്സ്. ഫണ്ടമെൻ്റൽ ഡാറ്റ ടൈപ്സ് ഏതൊക്കെയാണെന്ന് ചോദിക്കാം. ഇൻറ്റ്, ചാറ്, ഫ്ലോട്ട്, ഡബിൾ, വൈഡ്. ഓരോന്നിനും എത്ര ബൈറ്റ്സ് ആണ് എടുക്കുന്നതെന്ന് ബ്രാക്കറ്റിൽ തന്നിട്ടുണ്ട്. ഇൻറ്റിന് എത്രയാണ്? 4 ബൈറ്റ്സ്, ചാറിന് 1 ബൈറ്റ്, ഫ്ലോട്ട് 4 ബൈറ്റ്സ്, ഡബിൾ 8 ബൈറ്റ്സ്, വൈഡ് 0 ബൈറ്റ്സ്. ഓക്കെ. അപ്പോൾ വൈഡ് റിപ്രസെൻ്റ് ആൻ എംപ്റ്റി സെറ്റ് ഓഫ് ഡാറ്റ ആൻഡ് ഹെൻസ് ഇറ്റ്സ് സൈസ് ഈസ് 0. അത് ചോദിക്കും കേട്ടോ. വൈഡിന് ബൈറ്റ് എത്രയാണ്? 0, അല്ലെങ്കിൽ എംപ്റ്റി സെറ്റ് ഓഫ് ഡാറ്റയാണ് കേട്ടോ വൈഡ് എന്ന് പറയുമ്പോഴത്തേക്കും. അടുത്തത് കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ്. കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് ഏതൊക്കെയാണ്? സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ്, ഇഫും സ്വിച്ചും, ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ്, ഫോർ വൈൽ, ഡു വൈൽ. അടുത്തത് നെസ്റ്റഡ് കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ്, ജമ്പ് സ്റ്റേറ്റ്മെൻറ്റ്സ്, ഗോ ടു, ബ്രേക്ക്, കണ്ടിന്യൂ, റിട്ടേൺ. അടുത്തത് സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ്. അതിന് വേറൊരു വാക്കുണ്ട്, കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്നും പറയാം. ഓക്കെ. ഇറ്റ് സെലക്ട് എ ടാസ്ക് ഫ്രം ദ ആൾട്ടർനേറ്റീവ്സ് ബേസ്ഡ് ഓൺ എ കണ്ടീഷൻ.
അപ്പോൾ ഒരു കണ്ടീഷൻ കൊടുക്കുമ്പോഴത്തേക്കും നമ്മൾ ഒരു ടാസ്ക് കുറേ ആൾട്ടർനേറ്റീവ്സ് തന്നിരിക്കും, അതിൽ നിന്ന് ഒരു ടാസ്ക് ഒരു കാര്യം സെലക്ട് ചെയ്യും. ഒരു കണ്ടീഷനെ ബേസ് ചെയ്ത് ഒരു കാര്യം ഒന്നിൽ കൂടുതൽ കാര്യത്തിൽ നിന്ന് ഒന്നൊന്ന് സെലക്ട് ചെയ്യും. അതിനുവേണ്ടിയാണ് സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ്. ആ പേരിൽ തന്നെ ഉണ്ട്, നമുക്കൊന്ന് തിരഞ്ഞെടുക്കുക. ഉണ്ടെങ്കിൽ അതിനെ കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയും, കാരണം കണ്ടീഷൻസാണ് അവിടെ കൊടുക്കുന്നത്. സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ് ഏതൊക്കെയാണ്? ഇഫും സ്വിച്ചും. അതിൽ ഇഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഹാസ് ഡിഫറെൻറ്റ് വേർഷൻസ്. സിൻടാക്സ് നോക്കാം. സിമ്പിൾ ഇഫ് ഉണ്ട്, ഇഫ് എൽസ് ഉണ്ട്, ഇഫ് എൽസ് ഇഫ് ലാഡർ ഉണ്ട്. 3 വിധത്തിലുണ്ട് ഇഫ്. സിമ്പിൾ ഇഫ്, ഇഫ് എൽസ്, ഇഫ് എൽസ് ഇഫ് ലാഡർ. അത് നോക്കാം. ഓരോന്നിൻ്റെയും സിൻടാക്സ് ഇത് ചോദിക്കും കേട്ടോ. ഇഫ് എഴുതുന്നത് ഇഫ് എക്സ്പ്രഷൻ സ്റ്റേറ്റ്മെൻറ്റ് സെമിക്കോളൻ. ഇഫ് എന്നിട്ടിട്ട് ചെവിക്കകത്ത് എക്സ്പ്രഷനാണ്, എന്നിട്ട് സ്റ്റേറ്റ്മെൻറ്റ് സെമിക്കോളൻ. ഇഫ് എൽസ് ആണെങ്കിലോ ഇഫ് എക്സ്പ്രഷൻ സ്റ്റേറ്റ്മെൻറ്റ് 1 എൽസ് സ്റ്റേറ്റ്മെൻറ്റ് 2. ഇഫ് എൽസ് ഇഫ് ലെഡറിൽ ഇഫ് എക്സ്പ്രഷൻ 1 സ്റ്റേറ്റ്മെൻറ്റ് 1 എൽസ് ഇഫ് എക്സ്പ്രഷൻ 2 സ്റ്റേറ്റ്മെൻറ്റ് 2 തുടങ്ങിയത് അങ്ങനെ പോയിട്ട് എൽസ് സ്റ്റേറ്റ്മെൻറ്റ് സെമിക്കോളൻ. ഓക്കെ. അടുത്തത് പ്രോഗ്രാമിൻ്റെ ഇൻപുട്ട് നമ്പർ ആൻഡ് ചെക്ക് വെദർ ഇറ്റ് ഈസ് പോസിറ്റീവ്, നെഗറ്റീവ് ആർ 0. സിമ്പിൾ പ്രോഗ്രാംസ് ഇവിടെ ചോദിക്കാം. ഇത് നിങ്ങൾക്ക് പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻ കൂടെയാണ്. അപ്പോൾ ഞാൻ അതൊന്ന് പെട്ടെന്നൊന്ന് പറഞ്ഞു തരാം കേട്ടോ. ഇതൊക്കെ നിങ്ങൾക്ക് എഴുതാൻ അറിയാലോ. ഹാഷിങ്ങളുടെ ഐവോ സ്ട്രീം യൂസിങ് നെയിം സ്പേസ് എസ്റ്റിഡി ഇൻഡ് മെയിൻ ബ്രേസസ് ഓപ്പണ്ട്. ഇപ്പോൾ ഒരു നമ്പർ കൊടുത്തിട്ട് അത് പോസിറ്റീവ്, നെഗറ്റീവ്, 0 ആണോ എന്ന് ചെക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇൻഡ് എൻ, ഒരു നമ്പറിന് ഞാൻ എൻ എന്ന് കൊടുത്തു. സി ഔട്ട് എൻ്റർ എ നമ്പർ. അറിയാമല്ലോ, ഒരു നമ്പർ കൊടുക്കണം. സി ഇൻ എൻ, ആ നമ്പർ മേടിക്കുന്നു. അടുത്താണ് ഇനി നമ്മൾ പ്രോസസ്സ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഇൻപുട്ട്, പ്രോസസ്സ്, ഔട്ട്പുട്ടാണ് ഒരു പ്രോഗ്രാമിൽ വേണ്ടത്. അപ്പോൾ ഇൻപുട്ട് കഴിഞ്ഞു, ഇനി നമ്മൾ പ്രോസസ്സ് ചെയ്യാണ്. പ്രോസസ്സ് ചെയ്യുമ്പോഴത്തേക്കും ഇഫ് എൻ ഗ്രേറ്റർ ദാൻ 0 ആണോ, കണ്ടീഷൻ കൊടുത്തിരിക്കുന്നുണ്ടോ? ഇഫ് കഴിഞ്ഞിട്ട് ആ എക്സ്പ്രഷൻ കൊടുത്തിരിക്കുന്നു. ആണെങ്കിൽ സി ഔട്ട് പോസിറ്റീവ് നമ്പർ ഡബിൾ കോട്ട്സിനകത്ത് കൊടുത്തു. അല്ലെങ്കിൽ അടുത്ത കണ്ടീഷൻ ചെക്ക് ചെയ്യാണ്. എൽസ് ഇഫ്, കണ്ടോ, വീണ്ടും ചെക്ക് ചെയ്യാണ്. എൻ ഈക്വൽ ടു 0 ആണോ? ഇവിടെ ഡബിൾ ഈക്വൽ ടു 0 കൊടുക്കാവൂ കേട്ടോ. ഈക്വൽ ടു 0 ആണോ എന്ന് ചെക്ക് ചെയ്യാണ്. ആണെങ്കിൽ സി ഔട്ട് 0. മനസ്സിലാവണം. അല്ലെങ്കിൽ എൽസ് സി ഔട്ട് നെഗറ്റീവ് നമ്പർ. മനസ്സിലായല്ലോ? അപ്പോൾ ഇത്രയും ഇത് അതുപോലെ പഠിക്കുക. വളരെ ഈസിയാണത്. ഈ ചിലപ്പോൾ ഇങ്ങനത്തെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ചോദിക്കാം കേട്ടോ. എൻ്റെ ഔട്ട്പുട്ട് എങ്ങനെ വരും? എൻ്റർ എ നമ്പർ എന്ന് ആദ്യം വരുമല്ലേ സ്ക്രീനിൽ. അപ്പോൾ നമ്മളൊരു നമ്പർ ഇപ്പോൾ കൊടുക്കും. 90 എന്ന് കൊടുത്താൽ ഏത് കിട്ടണം? പോസിറ്റീവ് നമ്പർ എന്ന് കാണിക്കണം. പോസിറ്റീവ് നമ്പർ. മനസ്സിലായല്ലോ? അടുത്തത് സ്വിച്ച്. സ്വിച്ച് എന്തിനാണ്? ഇറ്റ് ഈസ് എ മൾട്ടിപ്പിൾ ബ്രാഞ്ച് സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ്. ഇഫ് എൽസ് ഇഫ് ലാഡർ പോലെ തന്നെയാണ്. ഒന്നിൽ കൂടുതൽ നിന്ന് നമുക്ക് ഒന്ന് സെലക്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നതാണ്. മനസ്സിലായല്ലോ? അപ്പം മൾട്ടിപ്പിൾ ബ്രാഞ്ച് സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ് അത് പഠിക്കുക. ഇതിൻ്റെ സിൻടാക്സ് നോക്കാം. സ്വിച്ച് എക്സ്പ്രഷൻ, നമ്മൾ നേരത്തെ ഇഫ് എക്സ്പ്രഷൻ കൊടുത്തതുപോലെ കേട്ടോ. കേസ് കോൺസ്റ്റൻറ്റ് 1 സ്റ്റേറ്റ്മെൻറ്റ് സീക്വൻസ് 1 അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് 1 ബ്രേക്ക്. കേസ് കോൺസ്റ്റൻറ്റ് 2 ടെസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് 2 ബ്രേക്ക് എക്സെട്ര. കേസ് കോൺസ്റ്റൻറ്റ് n-1 സ്റ്റേറ്റ്മെൻറ്റ് സീക്വൻസ് n-1 ബ്രേക്ക്. അടുത്തത് ഡീഫോൾട്ട് സ്റ്റേറ്റ്മെൻറ്റ് സീക്വൻസ് n, ലാസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എടുക്കും. ഓക്കെ, ഇതൊക്കെ അറിയാമല്ലോ. അടുത്തത് പ്രോഗ്രാം ഫൈൻഡ് ദ ഡേ ഓഫ് ദ വീക്ക് ബൈ യൂസിങ് സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ഇത് ചിലപ്പോൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഡേ ഓഫ് ദ വീക്ക് ഈ സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ച് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുള്ളത് തന്നെയാണ്. ഇതും പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിക്കുക. ഇതൊക്കെ ആദ്യത്തെ സെഷൻ അറിയാം. ഇപ്പോൾ ഒരു നമ്പർ കൊടുക്കുമ്പോഴത്തേക്കും ആ ഏത് ഡേ ആണെന്ന് കാണിക്കണം അല്ലേ. 1 ആണെങ്കിൽ സൺഡേ ഇങ്ങനെ കാണിക്കണം. അപ്പോൾ നമ്പർ മേടിക്കണം. അപ്പോൾ എൻ്റർ ദ നമ്പർ, ഇൻഡി എൻ, എൻ്റർ ദ നമ്പർ, സി ഇൻ എൻ. സ്വിച്ച് എൻ ആണ്, ആ നമ്പറാണ് മേടിക്കുന്നത്. കേസ് 1 സി ഔട്ട് സൺഡേ ബ്രേക്ക്. കേസ് 2 സി ഔട്ട് മൺഡേ ബ്രേക്ക്. കണ്ടോ? അങ്ങനെ കേസ് 7 വരെ ബ്രേക്ക് എഴുതി ലാസ്റ്റ് ഡീഫോൾട്ട് എന്നിട്ടിട്ട് ഇവിടെ കാണുന്നില്ല ഇൻവാലിഡ് നമ്പർ എന്ന് എഴുതി ക്ലോസ് ചെയ്തു. മനസ്സിലായല്ലോ? അത്രയും തന്നെ. അപ്പോൾ അതിൻ്റെ ഔട്ട്പുട്ട് ഇപ്പോൾ ഇങ്ങനെ കിട്ടും. എൻ്റർ ദ ഡേ നമ്പർ 1 സൺഡേ. മനസ്സിലായല്ലോ? സൺഡേ ആണെങ്കിൽ 1 കൊടുത്തു, അതുകൊണ്ട് കിട്ടുന്നു. അടുത്തത് കമ്പാരിസൺ ബിറ്റ്വീൻ സ്വിച്ച് ആൻഡ് ഇഫ് എൽസ് ഇഫ് ലാഡർ അല്ലെങ്കിൽ ഇഫ് എൽസ് ഇഫ് ലാഡർ എന്നൊക്കെ ചോദിക്കും. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കുക. സ്വിച്ചും എൽസ് ഇഫ് ലാഡറും തമ്മിലുള്ള വ്യത്യാസം നോക്കാം. ചിലപ്പോൾ ഇഫ് എൽസ് ഇഫ് ലാഡർ എന്ന് വെച്ചാൽ എല്ലാം ഒന്ന് തന്നെയാണ് എഴുതുക. ഇത് സ്വിച്ചിലാണെങ്കിൽ പെർമിറ്റ്സ് മൾട്ടിപ്പിൾ ബ്രാഞ്ചിങ്. ഇതും അതുപോലെ തന്നെയാണ്. ഒന്നിൽ കൂടുതൽ നിന്ന് ഒന്നായിരിക്കും സെലക്ട് ചെയ്യുന്നത്. മൾട്ടിപ്പിൾ ബ്രാഞ്ചിങ്. മനസ്സിലായല്ലോ?
അടുത്തത് ഇക്വാളിറ്റി ഓപ്പറേറ്റർ ഈസ് യൂസ്ഡ് ഇൻ കണ്ടീഷൻസ്. സ്വിച്ചിൽ ഇക്വാളിറ്റി ഓപ്പറേറ്ററാണ് കണ്ടീഷൻസിൽ ഉപയോഗിക്കുന്നത്. ഇവിടെ ആണെങ്കിലോ റിലേഷണൽ എക്സ്പ്രഷനാണ് കണ്ടീഷൻസിൽ ഉപയോഗിക്കുന്നത്. അടുത്തത് ഇവിടെ ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് സ്വിച്ചിൽ നിർബന്ധമാണ്. എന്തിനാണ്? അത് എക്സിറ്റ് ചെയ്യാനായിട്ട്. അതുപോലെ ഇവിടെ ആണെങ്കിൽ പ്രോഗ്രാം കൺട്രോൾ ഓട്ടോമാറ്റിക്കലി ഗോസ് ഔട്ട് ആഫ്റ്റർ ദ കംപ്ലീഷൻ ഓഫ് എ ബ്ലോക്ക്. ഒരു ബ്ലോക്കിൽ എന്താണ് കംപ്ലീഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ നിന്ന് പ്രോഗ്രാം കൺട്രോൾ ഓട്ടോമാറ്റിക്കലായിട്ട് വെളിയിൽ വരും. മനസ്സിലായല്ലോ? ഇവിടെ ആണെങ്കിൽ വെൻ നോ മാച്ച് ഈസ് ഫൗണ്ട് ഡീഫാൾട്ട് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് എക്സിക്യൂട്ടഡ്. ഒരു സ്റ്റേറ്റ്മെൻറ്റും ഒരു മാച്ചായിട്ട് ഒന്നും കിട്ടിയില്ല. ഇപ്പം നമ്മൾ ഡേ ഓഫ് ദ വീക്കിൽ 1 to 7 വരെ വരത്തുള്ളൂ. വേറെ 8 കൊടുത്ത മാച്ചാണോ? അല്ല. അങ്ങനെ വരുമ്പോഴത്തേക്കും അത് മാച്ച് അല്ലെങ്കിൽ അവിടെ ഒരു ഡീഫാൾട്ട് സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിരുന്നല്ലേ, അതായിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്. അതിലെന്താണോ കാണിച്ചിരിക്കുന്നത് അത് നമുക്ക് കിട്ടും. ഇവിടെ വെൻ നോ എക്സ്പ്രഷൻ ഇവാലുവേറ്റ്സ് ടു ട്രൂ എൽസ് ബ്ലോക്ക് ഈസ് എക്സിക്യൂട്ടഡ്. ഇവിടെ ആണെങ്കിൽ ഡീഫാൾട്ടിന് പകരം എന്താ കൊടുത്തിരിക്കുന്നത്? എൽസ് എന്നുള്ള ബ്ലോക്കായിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്. അതിന് മുമ്പിലുള്ള ഒന്നും തന്നെ ട്രൂ ആയിട്ട് വന്നില്ലെങ്കിൽ എന്ത് ചെയ്യും? ഡീഫാൾട്ടായിട്ട് കൊടുത്തിരിക്കുന്ന ഡീഫാൾട്ടിന് പകരം ഇവിടെ എൽസ് ബ്ലോക്കിൽ കൊടുത്തിരിക്കുന്നത് എന്താണോ അതായിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്. അതിൻ്റെ എക്സാമ്പിൾ ഞാൻ തന്നല്ലോ, അപ്പോൾ ഓർക്കുക. അപ്പോൾ ഈ ചിലപ്പോൾ എക്സാമ്പിളൊക്കെ ചോദിക്കും സ്വിച്ചിനും ഇഫ് എൽസിഫിനും. അപ്പോൾ അത് പോസിറ്റീവ് നെഗറ്റീവ് സീറോയുടെ അത് എഴുതുക. ഇവിടെ സ്വിച്ചിനാണെങ്കിൽ ഏതെഴുതാം? നമ്മൾ ഡേ ഓഫ് ദ വീക്ക് ഒക്കെ എഴുതാം കേട്ടോ. ചിലപ്പോൾ ഡിജിറ്റ്സ് ഒക്കെ പ്രിൻ്റ് ചെയ്യാൻ ചോദിക്കും. അതെല്ലാം ഇതുപോലെ എഴുതിയാൽ മതി കേട്ടോ. പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻസ് നോക്കാം. എക്സ്പ്ലെയിൻ സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് വിത്ത് ആൻ എക്സാമ്പിൾ. ഇത് 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നിങ്ങൾക്കറിയാം സ്വിച്ച് എഴുതാൻ. ഇപ്പം ഞാൻ പറഞ്ഞു തന്നല്ലോ, ആ എക്സാമ്പിൾ എഴുതുക. അപ്പോൾ സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അവിടെ സിൻടാക്സ് ഒക്കെ കൊടുക്കാം കേട്ടോ. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക. അടുത്തത് റീറൈറ്റ് ദ ഫോളോയിങ് C++ കോഡ് യൂസിങ് ഇഫ് എൽസ് സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ഇതൊക്കെ മിക്കവാറൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ ഒരു കോഡ് തന്നിരിക്കും, അതിനെ ഇഫ് എൽസ് ഉപയോഗിച്ച് മാറ്റണം. ഇത് വളരെ ഈസിയാണ്, പറഞ്ഞു തരാം. നോക്കൂ, ഇതാ ഒരു കോഡാണ്, ഫുൾ പ്രോഗ്രാം തന്നിട്ടില്ല. ആ കോഡിനെ ഇഫ് എൽസ് ഇഫിലോട്ട് മാറ്റണം. ഇതാ സ്വിച്ച് ചോയ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഇവിടെ ഇഫിലോട്ട് മാറ്റുമ്പോൾ ഇഫ് ചോയ്സ് ഈക്വൽ ടു 1, കണ്ടോ, ഈക്വൽ ടു 1 ആണെങ്കിൽ സി ഔട്ട് 1, ബാക്കി അതുപോലെ എഴുതണം. അപ്പോൾ എങ്ങനെ വരുന്നു? സ്വിച്ച് മാറ്റിയിട്ട് അവിടെ എന്തിട്ടു? ഇഫ് ചോയ്സ്. ഇനി ഓരോന്നായിട്ട് എഴുതണം. ഈക്വൽ ടു 1. ആ ഈക്വൽ ടുവിനൊരു പ്രത്യേകത ഉണ്ട്, ഡബിൾ ഈക്വൽ ടു ആണ് ഇടേണ്ടത്. കണ്ടോ, 2 ഈക്വൽ ടു ആണ് ഇടേണ്ടത്. 1 ആണോ? ആണെങ്കിൽ സി ഔട്ട് 1. മനസ്സിലാവണം? അല്ലെങ്കിൽ എന്ന് പറയണമെങ്കിൽ എൽസ് ഇഫ്, രണ്ടാമത്തെ കണ്ടീഷൻ, വീണ്ടും കണ്ടീഷൻ കൊടുക്കുകയാണ്. ചോയ്സ് ഈക്വൽ ടു 0, കണ്ടോ, ഈ 0 ആണെങ്കിൽ സി ഔട്ട് 0, കണ്ടോ. അല്ലെങ്കിൽ ഡീഫാൾട്ട് അല്ലേ, അപ്പോൾ ഡീഫാൾട്ടിന് വരെ ഇവിടെ എന്താ കൊടുക്കേണ്ടത്? എൽസ്. നേരത്തെ നോക്കിയല്ലോ, എൽസ് സി ഔട്ട് എൻഡ്. അടുത്തത് കൺസിഡർ ദ ഫോളോയിങ് C++ കോഡ്. കണ്ടോ, ഇതാ ഒരു കോഡ് തന്നിരിക്കുകയാണ്. ഇത് തിരിച്ചാണ്, കണ്ടോ, ഇഫ് വച്ചിട്ടാണ് തന്നിരിക്കുന്നത്. ഇഫ് എൽസ് ഇഫാണ് തന്നിരിക്കുന്നത്. ഇതിനെ സ്വിച്ചിലോട്ട് മാറ്റണം. അത് നമുക്കിപ്പോൾ മാറ്റാം. ഇവിടെ സ്വിച്ചാണ്, ശ്രദ്ധിക്കുക, സ്വിച്ച് തെറ്റിപ്പോയി എഴുതിയത്. നോക്കൂ, ഇതിനെ മാറ്റി കാണിച്ചു തരാം. ഇഫ് എ ഈക്വൽ ടു 1, അപ്പോൾ നിങ്ങൾ എങ്ങനെ എഴുതും? ഈ ചെവിക്കകത്തുള്ളതാണ് ആദ്യം എഴുതേണ്ടല്ലേ. സ്വിച്ച് കണ്ടീഷൻ പിന്നെയാണ്, എ ഈക്വൽ ടു 1 പിന്നെ എഴുതണം. പക്ഷേ സ്വിച്ച് ആദ്യത്തെ അക്ഷരം എഴുതണം. സ്വിച്ച് എ, കണ്ടോ, ഈക്വൽ ടു 1 പിന്നെയാണ് വരേണ്ടത് കേട്ടോ. അത് ശ്രദ്ധിക്കണം. സ്വിച്ച് എ എന്നിട്ടിട്ട് ബ്രേസസ് ഓപ്പൺ ചെയ്യണം. സ്വിച്ചിൽ അങ്ങനെയുണ്ട്, ബ്രേസസ് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് കേസ്, കണ്ടോ, ആദ്യത്തെ 1, കേസ് 1, സി ഔട്ട് ബൈനറി ഡിജിറ്റ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. മനസ്സിലാവണം? അടുത്തത് കേസ് 0, ബ്രേക്ക് ഇടണം കേട്ടോ, അത് കമ്പൾസറി ബ്രേക്ക് ഇടണം. എന്നിട്ട് കേസ് 0, സി ഔട്ട് ബൈനറി ഡിജിറ്റ്, എന്നിട്ട് ബ്രേക്ക്. അടുത്തത് ഡീഫാൾട്ട്, കണ്ടോ, എൽസ് എന്ന് കണ്ടത് ഡീഫാൾട്ട്. അടുത്ത ഈ സ്റ്റേറ്റ്മെൻറ്റ് എഴുതുക, സി ഔട്ട് നോട്ട് എ ബൈനറി ഡിജിറ്റ്. ഇവിടെ പിന്നീട് ബ്രേക്ക് എഴുതാൻ പാടില്ല. അപ്പോൾ ഇവിടെ എല്ലാം ബ്രേക്ക് ഇടണം കേട്ടോ. മനസ്സിലായല്ലോ? അടുത്തത്
കമ്പയർ ദ സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഇഫ് ആൻഡ് സ്വിച്ച്. ഇവിടെ CH കൂടെ ഉണ്ട്, ഓർത്തോളാണ്. ഇഫ് ആൻഡ് സ്വിച്ച് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കുക. ഞാൻ തന്നിട്ടുണ്ട് കേട്ടോ. ഈ ചാപ്റ്ററിൽ ശ്രദ്ധിക്കുക, ഞാൻ എന്താണോ തന്നിരിക്കുന്നത് അതേ ചോദിക്കത്തുള്ളൂ. പിന്നെ പ്രോഗ്രാമിൽ മാത്രം എനിക്കൊരു പ്രശ്നമുണ്ട്. കാരണം എല്ലാ പ്രോഗ്രാമും ഈ കുഞ്ഞു വീഡിയോയ്ക്കകത്ത് ഉൾക്കൊള്ളാൻ സാധിക്കില്ലല്ലോ. എന്നാലും ഞാൻ 2 പ്രോഗ്രാം തന്നിട്ടുണ്ട്, അത് ബേസ് ചെയ്ത് മിക്കവാറും ചോദിക്കത്തുള്ളൂ. അത് പഠിക്കുക. ബാക്കി ഏത് ക്വസ്റ്റ്യൻ എങ്ങനെ ചോദിച്ചാൽ ഇതിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടും, ഉറപ്പാണ് കേട്ടോ. ആ രീതിക്ക് തന്നിട്ടുണ്ട്. അത് നന്നായിട്ട് പഠിക്കുക, ഈസിയാണ്. കഴിഞ്ഞ വർഷം പഠിച്ചതുകൊണ്ടാണ് ഞാൻ കുറച്ച് ഫാസ്റ്റിൽ പോകുന്നത്, അല്ലെങ്കിൽ ഈ ചാപ്റ്റർ പെട്ടെന്ന് തീർക്കാനായിട്ട് സാധിക്കത്തില്ല. അതുകൊണ്ടാണ് കേട്ടോ മക്കളെ, ക്ഷമിക്കുക. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഇൻ C++. ദ സ്വിച്ച് CH കണ്ടോ, ഇത് സ്വിച്ചിൻ്റെ ഒരു കോഡ് തന്നിരിക്കുന്നു. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഒന്നുകിൽ സ്വിച്ചിനെ ഇഫ് ആക്കാം, ഇഫ് എൽസിലോട്ടാക്കാം, അല്ലെങ്കിൽ ഇഫ് എൽസിനെ സ്വിച്ചിലോട്ടാക്കണം. ഇത് വളരെ പ്രധാനം. ഞാൻ അതിന് 3 എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ഈ 3 എക്സാമ്പിൾ വീണ്ടും വീണ്ടും നോക്കുക. എല്ലാം ഒരുപോലെ തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അത് മനസ്സിലുറയ്ക്കും കേട്ടോ. പഠിക്കുക. ഇത് നോക്കൂ, സ്വിച്ച് CH. അപ്പം നിങ്ങൾ ഇഫിലോട്ട് എഴുതുമ്പോൾ എന്ത് എഴുതണം? ഇഫ് CH = 1 ആണെങ്കിൽ C ഔട്ട് ഐ ആം ഫസ്റ്റ്. ബ്രേക്ക് വേണോ? വേണ്ട. എൽസ് ഇഫ് അടുത്ത കണ്ടീഷൻ CH = 2 C ഔട്ട് ഐ ആം സെക്കൻഡ്. ബ്രേക്ക് വേണ്ട. ഡിഫോൾട്ടിന് പകരം എൽസ് C ഔട്ട് ലാസ്റ്റ് ഐ ആം നൈദർ ഫസ്റ്റ് നോർ സെക്കൻഡ്. ഓക്കെ, മനസ്സിലായല്ലോ? ഇത്രയേ ഉള്ളൂ. വളരെ ഈസിയാണ് കേട്ടോ. അടുത്ത് വീണ്ടും തന്നിട്ടുണ്ട് ഞാൻ. അപ്പോൾ 4 കോഡാണ് ഇപ്പോൾ തന്നിരിക്കുന്നത്, ശ്രദ്ധിച്ച് പഠിക്കുക. ഈ കോഡിനെ മാറ്റണം, സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റിലോട്ട് മാറ്റണം. അപ്പോൾ ഇനി പറഞ്ഞേ, അപ്പോൾ സ്വിച്ച് ചെവിക്കകത്തുള്ള ആദ്യത്തെ എടുക്കൂ. സ്വിച്ച് P കോഡ് അല്ലേ? P കോഡ്. ഈ കണ്ടീഷൻ അവിടെ എഴുതരുത് കേട്ടോ. P കോഡ്. ബ്രേസസ് ഓപ്പൺ ചെയ്യുക, കേസ് എന്നിടുക. കേസ് ആദ്യത്തെ കണ്ടീഷൻ അത് C. കേസ് C ഔട്ടുള്ള അതുപോലെ എഴുതുക. കമ്പ്യൂട്ടർ. ബ്രേക്ക് ഇടാൻ മറക്കരുതേ മക്കളെ, കാരണം സ്വിച്ചാണോ ബ്രേക്കുണ്ട് കേട്ടല്ലോ. അടുത്തത് കേസ് M. C ഔട്ട് മൊബൈൽ ഫോൺ. കേസ് L കണ്ടോ? C ഔട്ട് ലാപ്ടോപ്പ്. എല്ലാത്തിലും ബ്രേക്ക് ഇടണം, ശ്രദ്ധിക്കുക. ലാസ്റ്റിൽ ബ്രേക്ക് ഇടരുത്. എൽസിന് പകരം എന്തെഴുതണം? ഡിഫോൾട്ട്. C ഔട്ട് ഇൻവാലിഡ് കോഡ്. പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഒരു ബ്രേക്കിൻ്റെ ആവശ്യമില്ല, ഇവിടെ ഇടരുത്. എന്നിട്ട് ബ്രേസസ് ക്ലോസ് ചെയ്യുക. ഓക്കെ, മനസ്സിലായല്ലോ? അടുത്തത് ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ്. ഇറ്റ് അലോ എ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ടു ബി എക്സിക്യൂട്ടഡ് റിപ്പീറ്റഡ്ലി ബേസ്ഡ് ഓൺ സം കണ്ടീഷൻ. ഒരു കണ്ടീഷൻ അനുസരിച്ച് സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് വീണ്ടും വീണ്ടും അതിനെ റിപ്പീറ്റഡ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യും. ഇതിനാണ് ലൂപ്പ് എന്ന് പറയുന്നത്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലൂപ്സ് ഉണ്ട്. 3 തരത്തിലാണ്. അത് ഏതൊക്കെയാണ്? ഫോർ, വൈൽ, ഡു വൈൽ. നമ്മൾ നേരത്തെ നോക്കിയല്ലോ. ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ക്ലാസിഫൈഡ് ഇൻടു 2. ദേ ആർ എൻട്രി കൺട്രോൾഡ് ആൻഡ് എക്സിറ്റ് കൺട്രോൾഡ് ലൂപ്പ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ലൂപ്പിങ്ങിനെ സ്റ്റേറ്റ്മെൻറ്റ്സിനെ 2ആയിട്ട് തിരിക്കാം. എൻട്രി കൺട്രോൾഡ്, എക്സിറ്റ് കൺട്രോൾഡ് ലൂപ്പും. നിങ്ങൾ ഒരു സിനിമാ തിയേറ്ററിലൊക്കെ പോയിരിക്കുമല്ലോ. അപ്പോൾ നിങ്ങൾ അതിനകത്തോട്ട് കയറുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും? ടിക്കറ്റ് എടുത്തല്ലേ കയറേണ്ടേ? അപ്പം നിങ്ങളുടെ ടിക്കറ്റ് പരിശോധിക്കും അല്ലേ? ചെക്ക് ചെയ്താണ് നിങ്ങളെ എൻട്രി കയറ്റുന്നത് അല്ലേ? എൻട്രി കൺട്രോൾഡ് ലൂപ്പാണത്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. റിയൽ ലൈഫിൽ എക്സിറ്റ് കൺട്രോൾഡ് നോക്കൂ. ചിലപ്പോൾ നിങ്ങൾ ഒരു ബസ്സിൽ നിന്നും വെളിയിലിറങ്ങുന്നെന്ന് വെച്ചോളൂ. അപ്പോൾ നിങ്ങൾ വെളിയിലോട്ട് ഇറങ്ങാൻ സമയത്തായിരിക്കും ചെക്കർ എന്ത് ചെയ്യും? നിങ്ങളെ ടിക്കറ്റുകൾ പരിശോധിക്കുന്നത്. അതുവരെ പരിശോധിച്ചില്ല, നിങ്ങൾ ഇറങ്ങുന്നു, ഓരോരുത്തരായിട്ട് ഇറങ്ങുമ്പം പരിശോധിക്കുന്നെങ്കിൽ അതിനെ എക്സിറ്റ് കൺട്രോൾഡ്. മനസ്സിലായോ? അപ്പോൾ ഒരിക്കലെങ്കിലും ആ ലൂപ്പിൽ ആ ബസ്സിൽ യാത്ര ചെയ്തു അല്ലേ? വെളിയിൽ ഇറങ്ങുമ്പോഴാണ് ടെസ്റ്റ് ചെയ്തത്. മറ്റേതങ്ങനെയല്ല, എൻട്രി കൺട്രോൾഡ്. നേരത്തെ തന്നെ തിയേറ്ററിലോട്ട് കിടക്കും മുമ്പേ തന്നെ നിങ്ങൾ എന്ത് ചെയ്തു? ആ ടിക്കറ്റ് ടെസ്റ്റ് ചെയ്ത് പരിശോധിച്ചാണ് നിങ്ങളെ അകത്ത് കയറ്റിയത്. രണ്ടും റിയൽ ലൈഫ് സിറ്റുവേഷൻ പറഞ്ഞതേ ഉള്ളൂ. അതുപോലെ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എൻട്രി കൺട്രോൾഡ് ലൂപ്പും എക്സിറ്റ് കൺട്രോൾഡ് ലൂപ്പും ഡിഫറൻസ് ചോദിക്കാം. അതിൽ ഏതൊക്കെയാണ് വരുന്നത് എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ. ഈ വർഷത്തെ ക്വസ്റ്റ്യനിൽ മിക്കവാറും കാണും, ഷുവർ ക്വസ്റ്റ്യൻ ആയിരിക്കും. എൻട്രി കൺട്രോൾഡ് ലൂപ്പ്, എക്സിറ്റ് കൺട്രോൾഡ് ലൂപ്പ് ഏതെന്നൊക്കെ ചോദിക്കാം. അപ്പോൾ എൻട്രി കൺട്രോൾഡ് ലൂപ്പ് ഏതാണ്? ഫോറും വൈലും. 4 വൈൽ അതെല്ലാം എൻട്രി കൺട്രോൾഡ്. എക്സിറ്റ് കൺട്രോൾഡ് ലൂപ്പ് ഏതാണ്? ഡു വൈൽ. ഓർക്കണേ, 4 വൈൽ. 4 എന്ന് പറയാൻ ഞാൻ നിങ്ങൾക്ക് ഒരു സൂത്രമാണ് പറഞ്ഞത്, 4 വയലെന്ന് ഓർക്കാനായിട്ട്. ഇവിടെ 4 എന്നല്ല, യഥാർത്ഥത്തിൽ 4 ആണ് കേട്ടോ. 4 വയലാണ് കേട്ടോ. WHILE. അപ്പോൾ 4 വയൽ
എൻട്രി കൺട്രോൾഡ് ലൂപ്പാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? ഹിയർ ദ ടെസ്റ്റ് എക്സ്പ്രഷൻ ഈസ് ഇവാലുവേറ്റഡ് ബിഫോർ എൻട്രിങ് ഇൻ ടു ദ ലൂപ്പ്. ലൂപ്പിൽ എൻട്രി ചെയ്യുന്നതിന് മുമ്പ് തന്നെ ടെസ്റ്റ് എക്സ്പ്രഷൻ എന്ത് ചെയ്യും? ഇവാലുവേറ്റ് ചെയ്യും, ടെസ്റ്റ് ചെയ്യും. എക്സിറ്റ് കൺട്രോൾഡ് ലൂപ്പിലാണെങ്കിലോ ടെസ്റ്റ് എക്സ്പ്രഷൻ ഈസ് ഇവാലുവേറ്റഡ് ബിഫോർ എക്സിറ്റിംഗ് ഫ്രം ദ ലൂപ്പ്. ഇവിടെ ആണെങ്കിൽ ലൂപ്പ് ബോഡി വിൽ ബി എക്സിക്യൂട്ടഡ് അറ്റ്ലീസ്റ്റ് വൺസ്. കണ്ടോ? അപ്പോൾ ഒരിക്കലെങ്കിലും ആ ലൂപ്പ് ബോഡി എക്സിക്യൂട്ട് ചെയ്തിരിക്കും. എക്സാമ്പിൾ ഏതാണ്? ഡു വൈൽ. ഇത്രയും പഠിച്ചല്ലോ. അടുത്തത് പാർട്സ് ഓഫ് ലൂപ്പ്. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് വേറൊരു വാക്കൂടെ പഠിക്കുക, കമ്പണൻസ് ഓഫ് ലൂപ്പ്. ലൂപ്പിൻ്റെ ഘടകങ്ങൾ. അപ്പോൾ ഈ രണ്ട് വാക്കും പഠിക്കണം. പാർട്സ് എന്നും ചോദിക്കാം, കമ്പണൻസും ചോദിക്കാം. എ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഹാസ് 4 കമ്പണൻസ്. ദേ ആർ ഇനിഷ്യലൈസേഷൻ എക്സ്പ്രഷൻ, ടെസ്റ്റ് എക്സ്പ്രഷൻ, അപ്ഡേറ്റ് എക്സ്പ്രഷൻ, ബോഡി ഓഫ് ദ ലൂപ്പ്. അപ്പോൾ ഇത് ഓർക്കാനായിട്ട് ഇട്ടു എന്നുള്ള ഓർക്കുക. ഇട്ടു, നമ്മൾ കമ്മലിട്ടു എന്നൊക്കെ പറയില്ലേ, ITU. ഇട്ടു, ഇനിഷ്യലൈസേഷൻ എക്സ്പ്രഷൻ, ടെസ്റ്റ് എക്സ്പ്രഷൻ, അപ്ഡേറ്റ് എക്സ്പ്രഷൻ, ബോഡി ഓഫ് ദ ലൂപ്പ്. അടുത്തത് സിൻടാക്സ്. ഫോർ വൈൽ ഡു വൈലിൻ്റെ. ഫോർ എന്ന് പറയുമ്പോൾ ഇനിഷ്യലൈസേഷൻ എക്സ്പ്രഷൻ, ടെസ്റ്റ്. അടുത്തത് സിൻടാക്സ് ഫോറിൻ്റെത്. ഫോർ ഇനിഷ്യലൈസേഷൻ എക്സ്പ്രഷൻ സെമി കോളനാണ്, ശ്രദ്ധിക്കുക, കോമയല്ല. ടെസ്റ്റ് എക്സ്പ്രഷൻ സെമി കോളൻ, അപ്ഡേറ്റ് എക്സ്പ്രഷൻ, ഈ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എന്നിട്ട് ബോഡി ഓഫ് ദ ലൂപ്പ്. അപ്പോൾ ഫോറിൻ്റെ ചെവിക്കകത്ത് ഏതൊക്കെ എഴുതിയിരിക്കണം? ഞാൻ ചെവി എന്ന് പറയുന്നതാണ്, നിങ്ങൾ ബ്രാക്കറ്റാണ് കേട്ടോ, പരാൻതീസിസ്. ഈ ചെവിക്കകത്ത് കമ്മലിട്ടു എന്ന് ഓർക്കുക. അപ്പോൾ കമ്മലിട്ടത് ഇട്ടു, ITU. ഇനിഷ്യലൈസേഷൻ എക്സ്പ്രഷൻ, ടെസ്റ്റ് എക്സ്പ്രഷൻ, അപ്ഡേറ്റ് എക്സ്പ്രഷൻ. അതിന് വെളിയിൽ പിന്നെയാണ് ബോഡി ഓഫ് ദ ലൂപ്പ്, എന്നിട്ട് സെമിക്കോളൻ. മനസ്സിലായല്ലോ? വൈലാണെങ്കിൽ വൈൽ, ടെസ്റ്റ് എക്സ്പ്രഷൻ, ബോഡി ഓഫ് ദ ലൂപ്പ്. അപ്പോൾ വയലിന് മുമ്പെയാണ് ഇനിഷ്യലൈസേഷൻ എക്സ്പ്രഷനും ഈ ബോഡി ഓഫ് ദ ലൂപ്പിൽ ഇവിടെയാണ് അപ്ഡേറ്റ് എക്സ്പ്രഷനും വരുന്നത്. ഇവിടെ ആണെങ്കിൽ ഡു വൈലിലാണെങ്കിൽ ഡു, ബോഡി ഓഫ് ദ ലൂപ്പ്, എന്നിട്ട് വൈൽ, ടെസ്റ്റ് എക്സ്പ്രഷൻ. ഈ ഡൂവിന് മുമ്പിലാണ് ഇനിഷ്യലൈസേഷൻ എക്സ്പ്രഷൻ വരുന്നത്. ഈ ബോഡി ഓഫ് ദ ലൂപ്പിൽ ആണ് അപ്ഡേറ്റ് എക്സ്പ്രഷനും കൂടെ വരുന്നത്. കേട്ടോ? ഈ ലൂപ്പ് കഴിഞ്ഞിട്ടാണ് വൈൽ, ടെസ്റ്റ് എക്സ്പ്രഷൻ, സെമിക്കോളൻ വരുന്നത്. അപ്പോൾ ഈ സിൻടാക്സ് ഒക്കെ പഠിക്കുക കേട്ടോ, അതെല്ലാം നിങ്ങൾക്കറിയാം. ഓക്കെ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കാം. വാട്ട് ആർ ദ മെയിൻ കമ്പണൻസ് ഓഫ് എ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ്? ഇപ്പോൾ പഠിച്ചല്ലോ. ഡാഷ് ഈസ് ആൻ എക്സിറ്റ് കൺട്രോൾഡ് ലൂപ്പ്. കണ്ടോ? ചോദിച്ചിരിക്കുന്നുണ്ടോ? ഡു വൈൽ. എക്സിറ്റ് കൺട്രോൾഡ് ഏതാണ്? ഡു വൈലാണ്. ഐഡൻറ്റിഫൈ ദ 4 കമ്പണൻസ് ഓഫ് ദ ലൂപ്പ്. കണ്ടോ? ഇതിൽ ഇത് പ്രോഗ്രാം കോഡ് തന്നിട്ടുണ്ട്. ഇതിൽ നിന്നും 4 കമ്പണൻസ് ഓഫ് ദ ലൂപ്പ് എഴുതണം. അപ്പോൾ 4 ഇനിഷ്യലൈസേഷൻ എക്സ്പ്രഷൻ, ഇതിലെ ആദ്യത്തത്. ഇത് ടെസ്റ്റ് എക്സ്പ്രഷൻ, ഇത് അപ്ഡേറ്റ് എക്സ്പ്രഷൻ, ഇത് ബോഡി ഓഫ് ദ ലൂപ്പ്. അത് അതുപോലെ എടുത്തെഴുതുക. മനസ്സിലായല്ലോ? അപ്പോൾ ഇത് ഓരോന്നായിരുന്നായിട്ട് ഇനിഷ്യലൈസേഷൻ എക്സ്പ്രഷൻ ഏതാണ്? കൗണ്ട് ഈക്വൽ 1 എന്ന് പറഞ്ഞിട്ട് ഇതുപോലെ ഓരോന്നായിരുന്നായിട്ട് എടുത്തെഴുതുക. വാട്ട് ഈസ് എൻട്രി കൺട്രോൾഡ് ലൂപ്പ് ഇൻ C++? അടുത്തത് റിലേറ്റ് ദ ഫോളോയിങ് യൂസിങ് ഫോർ ലൂപ്പ്. ഫോർ ലൂപ്പ് ഉപയോഗിച്ച് ഇതുപോലെയും ചോദിക്കാം കേട്ടോ, എഴുതാനായിട്ട് ചോദിക്കാം. അപ്പോൾ ഇത് ഞാൻ ഒന്നൊന്ന് എഴുതി കാണിക്കാം എങ്ങനെയാണെന്ന് വെച്ചാൽ. ഇപ്പോൾ സം ഈക്വൽ 0 ഇതുപോലെ ചോദിക്കാം, ശ്രദ്ധിക്കുക, വളരെ ഈസിയാണ് കേട്ടോ. ഇതൊരു വൈൽ ലൂപ്പിലുള്ളതിനെ ഫോർ ലൂപ്പിലോട്ടാക്കാനായിട്ട് ചോദിക്കുകയാണ്. വൈൽ I ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 എന്ന് പറയുമ്പം കണ്ടീഷനാണ്. അപ്പോൾ ഫോർ ലൂപ്പിൻ്റെ സിൻടാക്സ് നിങ്ങൾക്കറിയാമല്ലോ. ഇനിഷ്യലൈസേഷൻ എക്സ്പ്രഷൻ, ടെസ്റ്റ് എക്സ്പ്രഷൻ, അപ്ഡേറ്റ് എക്സ്പ്രഷൻ. ചെവിക്കാത്ത അത് വരണം. അപ്പോൾ ഇവിടെ ഇനിഷ്യലൈസേഷൻ കണ്ടോ, വൈലിൻ്റെ മുമ്പിലാണ് വരുന്നത്. അപ്പോൾ അതിനെ എടുത്തെഴുതുക. വയലിനകത്തുള്ളത് ടെസ്റ്റ് എക്സ്പ്രഷനാണ്. അപ്പോൾ അതിനെ എടുത്തെഴുതുക. I ലെസ് ദാൻ 10. ഇത് I ആണ് കേട്ടോ, I ലെസ് ദാൻ 10. അടുത്ത് അപ്ഡേറ്റ് എക്സ്പ്രഷൻ ഇത് ബോഡിയിലുണ്ട്. ബോഡിക്ക് താഴെ കണ്ടോ, ഇതെവിടെ ബോഡിയിൽ തന്നെ I ഈക്വൽ I+1 അത് എഴുതുക. അപ്പോൾ ഇത് എഴുതേണ്ട കാര്യങ്ങൾ മനസ്സിലായല്ലോ. I ഈക്വൽ 0, I ലെസ് ദാൻ 10, I ഈക്വൽ I+1. എന്നിട്ട് ബാക്കിയുള്ളത് ലൂപ്പിൽ ബോഡിയിൽ എഴുതുക. സം ഈക്വൽ സം പ്ലസ് I. എഴുതേണ്ട രീതി മനസ്സിലായല്ലോ. ഇത് ഇങ്ങനെയൊക്കെ പഠിച്ചു വയ്ക്കുക, വളരെ ഈസിയാണ് കേട്ടോ. അടുത്തത് ജമ്പ് സ്റ്റേറ്റ്മെൻറ്റ്സ്. ഇത് നിങ്ങൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടില്ല, അതുകൊണ്ട് ശ്രദ്ധിച്ചിരിക്കുക. ഇതിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരാം. ഇറ്റ് അൺകണ്ടീഷണലി ട്രാൻസ്ഫർ പ്രോഗ്രാം കൺട്രോൾ വിതിൻ എ പ്രോഗ്രാം. പ്രോഗ്രാമിനകത്ത് അതിൻ്റെ കൺട്രോൾ ഒരു കണ്ടീഷനും ഇല്ലാതെ അൺകണ്ടീഷണലായിട്ട് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ജമ്പ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ഗോ ടു, ബ്രേക്ക്, കണ്ടിന്യൂ, റിട്ടേൺ. ഞാൻ ഒരു ടിപ്പ് പറഞ്ഞല്ലോ, കാർ ഓർക്കുക കേട്ടോ. അപ്പോൾ ഈ കാർ ഇങ്ങനെ പോകുന്ന നോക്കിയോ, ഗോ ടു, അടുത്ത് പെട്ടെന്ന് ബ്രേക്ക് ഇട്ടു, വീണ്ടും കണ്ടിന്യൂ ചെയ്തു, പിന്നെ തിരിച്ചു വന്നു, റിട്ടേൺ ചെയ്തു.
പഠിക്കാമല്ലോ. ജമ്പ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഏതൊക്കെയെന്ന് മനസ്സിൽ ഉറയ്ക്കണം, വളരെ പ്രധാനമാണ്. അതിൻ്റെ യൂസ് ചോദിക്കാം കേട്ടോ. അപ്പോൾ യൂസ് എന്താണെന്ന് നോക്കാം. ഇറ്റ് ക്യാൻ ട്രാൻസ്ഫർ ദ പ്രോഗ്രാം കൺട്രോൾ ടു എനിവെയർ ഇൻ ദ പ്രോഗ്രാം. എവിടെ വേണം നമുക്ക് പ്രോഗ്രാമിൻ്റെ കൺട്രോൾ ട്രാൻസ്ഫർ ചെയ്യണോ ഗോ ടു എന്നുള്ള വാക്ക് കൊടുത്താൽ മതി. ഞാൻ എക്സാമ്പിളിലൂടെ പറഞ്ഞാലേ മനസ്സിലാകത്തുള്ളൂ. അതിൻ്റെ എക്സാമ്പിൾ പറഞ്ഞു തരാം. പറ്റുമെന്നുള്ളൊരു ഈ പച്ച കളറിലുള്ളത് പഠിക്കുക കേട്ടോ. അല്ലാത്തൊരു പഠിക്കേണ്ട. വളരെ ഈസിയാണ്, പഠിക്കാൻ സാധിക്കുമെങ്കിൽ മാക്സിമം പഠിക്കുക. ഇപ്പോൾ ഗോ ടു ലേബൽ എന്നാണ് സിൻടാക്സ് കേട്ടോ. ലേബൽ എന്ന് പറയുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ഐഡൻറ്റിഫയർ ആണ് ഇവിടെ കൊടുക്കേണ്ടത്. അപ്പോൾ ഇൻ്റെ i = 1 ഒരു കോഡ് തന്നിരിക്കുകയാണ്. സ്റ്റാർട്ട് സി ഔട്ട് i ++. ഇഫ് i <= 5 ആണെങ്കിൽ ഞാൻ കണ്ടീഷൻ കൊടുത്തിരിക്കുകയാണ് ഗോ ടു സ്റ്റാർട്ട്. സ്റ്റാർട്ട് എന്ന് പറയുന്ന ലേബലിലോട്ട് പോകണം. മനസ്സിലായോ? അപ്പോൾ ഈ കൺട്രോൾ എങ്ങോട്ട് പോയി? ഇങ്ങോട്ട് വന്നു. അപ്പോൾ i 1 തുടങ്ങി ഓരോ പ്രാവശ്യം i ഇൻക്രിമെൻ്റ് ചെയ്തു. i <= 5 വരെ ചെയ്തു. പിന്നെ എന്ത് ചെയ്തു? ഗോ ടു സ്റ്റാർട്ട് എന്നിട്ടു. മനസ്സിലായല്ലോ? അപ്പോൾ കൺട്രോളിങ് പോയി. ഇത്രയും തന്നെ. അപ്പോൾ 1 2 3 4 5 വരെ പ്രിൻ്റ് ചെയ്തു. അടുത്തത് ബ്രേക്ക്. ബ്രേക്ക് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ പഠിച്ചല്ലോ, സ്വിച്ചിലൊക്കെ പഠിച്ചതുപോലെ തന്നെ ഇറ്റ് സ്കിപ്സ് ദ റെസ്റ്റ് ഓഫ് ദ ലൂപ്പ് ആൻഡ് ജംപ്സ് ഓവർ ടു ദ സ്റ്റേറ്റ്മെൻറ്റ് ഫോളോസ് ദ ലൂപ്പ്. സ്വിച്ചിൽ കണ്ടല്ലോ, അത് തന്നെയാണ്. അപ്പോൾ അത് ഫോർ i = 1 i <= 10 ++i. ഇഫ് i = 5 ആണെങ്കിൽ ബ്രേക്ക് കണ്ടോ, സി ഔട്ട് i. അപ്പം ബ്രേക്ക് കണ്ട പിന്നെ അത് വെളിയിൽ വരും, കൺട്രോൾ വെളിയിലായിരിക്കും വരും കേട്ടോ. അപ്പോൾ 1 2 3 4 5 വരെ എഴുതി, ഔട്ട്പുട്ട് കിട്ടി. ബാക്കി <10 വരെ ഉണ്ട് അല്ലേ? അപ്പം 9 വരെ ഉണ്ടായിരുന്നു, പക്ഷെ 5 വരെ എഴുതിയുള്ളൂ ഔട്ട്പുട്ട്. എന്തുകൊണ്ട്? ബ്രേക്ക് വന്നതുകൊണ്ട് വെളിയിൽ വന്നു. മനസ്സിലായല്ലോ? അടുത്തത് കണ്ടിന്യൂ. അപ്പോൾ ബ്രേക്കും കണ്ടിന്യൂ ഒരു ചെറിയ വ്യത്യാസമുണ്ട്, മനസ്സിലാക്കുക. ഇറ്റ് സ്കിപ്സ് ദ റെസ്റ്റ് ഓഫ് ദ ലൂപ്പ് ആൻഡ് കൺട്രോൾ ഈസ് ട്രാൻസ്ഫേർഡ് ടു ദ ടെസ്റ്റ് എക്സ്പ്രഷൻ. ടെസ്റ്റ് എക്സ്പ്രഷന് കൺട്രോൾ ട്രാൻസ്ഫർ ചെയ്യും ഫോർ ദ നെക്സ്റ്റ് ഐട്രേഷൻ. അതായത് ഇവിടെ ആണെങ്കിൽ ആ എക്സ്പ്രഷൻ തീരണ വരെ നമുക്ക് ചെയ്യാനായിട്ട് സാധിച്ചില്ല. എപ്പോഴാണോ കണ്ടീഷൻ കൊടുത്തത് അപ്പോഴും ബ്രേക്ക് ചെയ്ത് വെളിയിൽ വന്നു. ഇവിടെ നോക്കൂ, അതേപോലെ തന്നെ ഇഫ് i = 5 ആണെങ്കിൽ ബ്രേക്കിന് വരെ ഇവിടെ കണ്ടിന്യൂ ഇട്ടു. അതിൻ്റെ അർത്ഥം ഈ കണ്ടീഷൻ കാണുമ്പോൾ അത് മാത്രം ബ്രേക്ക് ചെയ്യും. 1 2 3 4 വരെ ചെയ്തു, 5 എടുത്തില്ല. പിന്നെ കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. അതായത് പിന്നെ ബാക്കി ആ എക്സ്പ്രഷൻ കണ്ടിന്യൂ ചെയ്യണം. അപ്പോൾ i <10 വരെ ചെയ്യണം അല്ലേ? അപ്പോൾ 6 7 8 9 വരെ ചെയ്തു. കണ്ടോ? അപ്പോൾ അവിടെ കണ്ടിന്യൂ ചെയ്ത് 9 വരെ എത്തി. പക്ഷേ ഏത് മാത്രം ബ്രേക്ക് ചെയ്തു? i = 5 മാത്രം ബ്രേക്ക് ചെയ്തു. ഇവിടെ i = 5 കണ്ടപ്പം നിർത്തി, 5 വരെ ചെയ്തു. മനസ്സിലായല്ലോ? 5 ഉൾപ്പെടെ ചെയ്തു. പിന്നെ ഉള്ളത് എടുത്തില്ല. കണ്ടോ? അത് അങ്ങനെയാണ്. അപ്പോൾ ഈ 2 കോഡും വളരെ പ്രധാനമാണ്. പറ്റുന്നെങ്കിൽ മാക്സിമം പഠിക്കുക കേട്ടോ. ബ്രേക്കും കണ്ടിന്യൂ ചോദിച്ചാൽ നിങ്ങൾക്ക് ഇതുപോലെ എക്സാമ്പിളിലൂടെ കാണിക്കാം. അടുത്തത് റിട്ടേൺ. നമ്മൾ പ്രോഗ്രാമിൽ റിട്ടേൺ ഒക്കെ കൊടുത്ത് നമുക്ക് ശീലമുണ്ടല്ലോ. അപ്പോൾ അതുപോലെ തന്നെ ഇറ്റ് ടെർമിനേറ്റ്സ് ദ എക്സിക്യൂഷൻ ഓഫ് ദ ഫംഗ്ഷൻ ആൻഡ് കൺട്രോൾ ഈസ് ട്രാൻസ്ഫേർഡ് ടു ദ കോളിംഗ് ഫംഗ്ഷൻ. അടുത്ത ഡിഫറൻസ് ബിറ്റ്വീൻ ബ്രേക്ക് ആൻഡ് കണ്ടിന്യൂ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കുക. അപ്പോൾ പഠിച്ച കാര്യങ്ങൾ തന്നെ ഇതുപോലെ തന്നിട്ടുണ്ട്. യൂസ്ഡ് വിത്ത് സ്വിച്ച് ആൻഡ് ലൂപ്സും. ബ്രേക്ക് സ്വിച്ചിലും ലൂപ്പിലും ഒക്കെ ഉപയോഗിക്കും. നമ്മൾ ഫോർ ലൂപ്പിലൊക്കെ ഉപയോഗിച്ചല്ലോ, അതുപോലെ സ്വിച്ചിലും ഉപയോഗിക്കും. പിന്നെ ഇവിടെ ആണെങ്കിൽ കണ്ടിന്യൂ ആണെങ്കിൽ ലൂപ്പിൽ മാത്രമേ ഉപയോഗിക്കത്തുള്ളൂ, സ്വിച്ചിലോ ഇഫിലോ ഒന്നും ഉപയോഗിക്കത്തില്ല. ഇവിടെ ആണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു ഇറ്റ് സ്കിപ്സ് ദ റെസ്റ്റ് ഓഫ് ദ ലൂപ്പ് ആൻഡ് ജംപ്സ് ഓവർ ടു ദ സ്റ്റേറ്റ്മെൻറ്റ് ഫോളോസ് ദ ലൂപ്പ്. ഇവിടെയോ ഇറ്റ് സ്കിപ്സ് ദ റെസ്റ്റ് ഓഫ് ദ ലൂപ്പ് ആൻഡ് കൺട്രോൾ ഈസ് ട്രാൻസ്ഫേർഡ് ടു ദ ടെസ്റ്റ് എക്സ്പ്രഷൻ ഫോർ ദ നെക്സ്റ്റ് ഐട്രേഷൻ. ഇവിടെ പ്രോഗ്രാം കൺട്രോൾ ഗോസ് ഔട്ട് ഓഫ് ദ ലൂപ്പ് ഈവൻ ദോ ദ ടെസ്റ്റ് എക്സ്പ്രഷൻ ഈസ് ട്രൂ. കണ്ടല്ലോ, തൊട്ട് മുമ്പിൽ ആ എക്സാമ്പിളിലൂടെ കണ്ടു. ടെസ്റ്റ് എക്സ്പ്രഷൻ ട്രൂ ആയാൽ പോലും നമ്മൾ ബ്രേക്ക് വന്നപ്പോഴത്തേക്കും എന്ത് ചെയ്തു? വെളിയിൽ വന്നു. ആ 9 വരെയും ചെയ്തില്ല അല്ലേ? 5 കിട്ടിയപ്പോഴത്തേക്കും വെളിയിൽ വന്നു. ഇവിടെ ആണെങ്കിലോ പ്രോഗ്രാം കൺട്രോൾ ഗോസ് ഔട്ട് ഓഫ് ദ ലൂപ്പ് വെൻ ദ ടെസ്റ്റ് എക്സ്പ്രഷൻ ഈസ് ട്രൂ. ഫാൾസ്. ടെസ്റ്റ് എക്സ്പ്രഷൻ ഫാൾസ് ആവണത് വരെയും അവിടെ ആ ലൂപ്പ് ചെയ്തുകൊണ്ട് തന്നെ ആയിരുന്നു അല്ലേ? അതുപോലെയാണ്. ആ എക്സാമ്പിൾ വെച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലാകാനേ ഉള്ളൂ. ഓക്കെ, പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഹൗ ഡു ബ്രേക്ക് ആൻഡ് കണ്ടിന്യൂ ഡിഫർ ഇൻ എ ലൂപ്പ്? എക്സ്പ്ലെയിൻ വിത്ത് ആൻ എക്സാമ്പിൾ. ഞാൻ എക്സാമ്പിളിലൂടെ തന്നിട്ടുണ്ട്, അതുകൊണ്ട് പറ്റുന്നെങ്കിൽ ആ എക്സാമ്പിളിലൂടെ പഠിക്കുക കേട്ടോ, ബ്രേക്കും കണ്ടിന്യൂവും. ഹൗ ഡസ് എ ഗോ ടു സ്റ്റേറ്റ്മെൻറ്റ് വർക്ക്?
അപ്പോൾ അതും ഗോറ്റ് പറഞ്ഞിട്ടുണ്ടല്ലോ, അതിൻ്റെ സിൻറ്റാക്സ് ഉൾപ്പെടെ എഴുതുക. സാധിക്കുമെങ്കിൽ ആ എക്സാമ്പിൾ പഠിച്ചാൽ ആ എക്സാമ്പിളെല്ലാം ഇവിടെ എല്ലാ എക്സാമ്പിളൊക്കെ കാണിക്കാം കേട്ടോ. പ്രോഗ്രാമിൽ ഒരിക്കലും ക്വസ്റ്റ്യനിൽ മിക്കവാറും എക്സാമ്പിളൊന്നും ചോദിക്കത്തില്ല, പക്ഷെ നിങ്ങൾ എക്സാമ്പിൾ ഉൾപ്പെടെയൊക്കെ എഴുതുന്നതാണ് നല്ലത്. മാർക്ക് അതാണ് സ്ക്വയർ ചെയ്യാനായിട്ട് ഈസി കേട്ടോ. എക്സാമ്പിളിൻ്റെ മാർക്കുണ്ട്. അടുത്തത് എ ഡാഷ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻ എ ലൂപ്പ് ഫോഴ്സസ് ദ ടെർമിനേഷൻ ഓഫ് ദാറ്റ് ലൂപ്പ്. ആ ലൂപ്പ് നേരത്തെ ഓർമ്മയുണ്ടല്ലോ, ടെർമിനേറ്റ് ചെയ്തു അല്ലേ, മൊത്തം ആ ലൂപ്പ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റാത്തത് ഏതിട്ടപ്പോഴാണ് ബ്രേക്ക് വന്നപ്പോഴത്തേക്കും. എക്സ്പ്ലെയിൻ ബ്രേക്ക് ആൻഡ് കണ്ടിന്യൂ സ്റ്റേറ്റ്മെൻറ്റ് വിത്ത് എക്സാമ്പിൾ അത് തന്നിട്ടുണ്ട്, പഠിക്കുക. ഡിഫൈൻ ജമ്പ് സ്റ്റേറ്റ്മെൻറ്റ്സ്, എക്സ്പ്ലെയിൻ അബൌട്ട് എനി ടു ജമ്പ് സ്റ്റേറ്റ്മെൻറ്റ്സ്. അപ്പോൾ അടുത്ത റൈറ്റ് ദ യൂസ് ഓഫ് ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് ഇൻ C++. കണ്ടോ, ഈ കുറച്ച് ഭാഗത്തു നിന്ന് ഒത്തിരി ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്, പഠിക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എങ്ങനെയുണ്ട്, ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതോടൊപ്പം കമൻറ്റ് ചെയ്യുക. എന്താണ് ഒത്തിരി പേര് കമൻസൊക്കെ ചെയ്യുന്നുണ്ട്, അതിൽ വളരെ സന്തോഷം. ഞാൻ നിങ്ങളുടെ കമൻസ് കാണുന്നുണ്ട്, നിങ്ങൾക്ക് റിപ്ലൈ തരുന്നുണ്ട്. ഓക്കെ, അതുപോലെ ഇനിയും കമൻറ്റ് ചെയ്യാത്തവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അതൊക്കെ ടീച്ചർക്ക് എന്താണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയാനായിട്ടൊക്കെ ആഗ്രഹമുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ചെയ്യുക. പിന്നെ പരീക്ഷയ്ക്കുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. എക്സാമിന് വേണ്ടി റെഡിയാവുക എന്നുള്ളതാണ് നിങ്ങളുടെ ഉത്തരവാദിത്വം. ഞാൻ ഇത്രയും നിങ്ങൾക്ക് വേണ്ടിയാണ് കഷ്ടപ്പെട്ടത്, നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ അതിൻ്റെ ഫലം എനിക്ക് കിട്ടുന്നത് നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടി എന്നുള്ള അത് ഗുഡ് ന്യൂസ് അറിയുമ്പോഴത്തേക്കാണ്. അത് ഞാൻ എങ്ങനെ അറിയുക? നിങ്ങൾ എന്നെ അറിയിച്ചാലല്ലേ എനിക്ക് മനസ്സിലാകത്തുള്ളൂ. അതുപോലെ നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഓരോ വീഡിയോ കണ്ടപ്പോഴത്തേക്കും നിങ്ങൾക്ക് പഠിച്ചു കഴിയുമ്പോൾ ഒരു സന്തോഷം കിട്ടും അല്ലേ. ആ സന്തോഷവും ഞാൻ എങ്ങനെ അറിയുന്നത്? നിങ്ങളുടെ കമൻസിലൂടെ അല്ലേ. അപ്പോൾ അതൊക്കെ എന്നെ അറിയിക്കുക കേട്ടോ കുഞ്ഞുങ്ങളെ. അതെല്ലാം എനിക്ക് വളരെ ഇഷ്ടമാണ്, കാരണം അതെല്ലാം എനിക്ക് വളരെ പ്രോത്സാഹനമാണ്. അതുപോലെ നിങ്ങളുടെ മാർക്ക് അറിയണം, അതെല്ലാം ഓരോ സമയത്ത് എന്നെ ഓരോരോ സമയത്ത് എന്നെ അറിയിക്കുക. എക്സാം കഴിയുമ്പോൾ എക്സാം ഈസി ആയിരുന്നെങ്കിൽ അത് അറിയിക്കുക. ഇതെല്ലാം കേൾക്കാനായിട്ട് ഈ ടീച്ചർ എന്താണ് കാതോർത്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ എല്ലാ വിലപ്പെട്ട അഭിപ്രായങ്ങളെല്ലാം എഴുതുക. അതോടൊപ്പം തന്നെ ഈ നന്നായിട്ട് പഠിക്കുക. പരീക്ഷയ്ക്ക് വേണ്ടി സ്മാർട്ട് വർക്കും ഹാർഡ് വർക്കും ചെയ്യുക. കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. ഞാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നല്ല മാർക്ക് ഉറപ്പായിട്ടും കിട്ടും കേട്ടോ. CS20 എല്ലാ കുഞ്ഞുങ്ങൾക്കും നല്ല മാർക്കോടെ എല്ലാവരും കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ വിജയിച്ചിരിക്കും, അത് ഉറപ്പാണ്. അതുകൊണ്ട് നിങ്ങൾ ആ കോൺഫിഡൻസോടുകൂടെ എക്സാമിന് പോവുക. ധൈര്യമായിരിക്കുക കേട്ടോ. ഒരു വിധത്തിലും ഒറിയാവരുത്. സന്തോഷത്തോടെ നല്ല ഫുഡൊക്കെ കഴിക്കുക. എക്സാം സമയമാണ്, ധാരാളം വെള്ളം കുടിക്കുക. ആവശ്യത്തിന് വെള്ളമൊക്കെ കുടിച്ച് ഫ്രഷ് മൈൻഡോടുകൂടെ നല്ല ശുഭ പ്രതീക്ഷയോടുകൂടെ ഓരോ എക്സാമും അറ്റൻഡ് ചെയ്യുക. വിജയം തീർച്ചയായിട്ടും ഉറപ്പാണ്. നല്ല മാർക്ക് തീർച്ചയായിട്ടും കിട്ടും. ഓക്കെ, അപ്പോൾ ഇനി ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് CS20 എന്ന ഈ ഫാമിലിയിലോട്ട് അംഗമാകുക. ഓക്കെ, ബൈ. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. കോൺഫിഡൻസ് ആൻഡ് ഹാർഡ് വർക്ക് ഈസ് ദ ബെസ്റ്റ് മെഡിസിൻ ടു കിൽ ദ ഡിസീസ് കോൾഡ് ഫെയിലുവർ. ഇറ്റ് വിൽ മേക്ക് യു എ സക്സസ്ഫുൾ പേഴ്സൺ.